أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون കൊടുത്ത കഴിവ് പറഞ്ഞൊന്നുമില്ല, അങ്ങനെ സഹായിക്കാനും കഴിയില്ല, അങ്ങനെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അല്ലാഹു തആല വീണ്ടും പറയാണ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പല ന്യായങ്ങളും പറയുന്ന പല ആളുകളുണ്ടല്ലോ, മഹാത്മാക്കളെന്നും ഔലിയാക്കളെന്നും ശുപാർശകരെന്നും അടുപ്പിക്കുന്നവരെന്നും അങ്ങനെ പലതും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ആളുകളെല്ലാം തന്നെ ഫലാ യംലികൂൻ, അവർ കഴിവുള്ളവരല്ല. അവർ കഴിവുള്ളവരല്ല. കഴിവില്ല എന്ന് അല്ലാഹ് പറയുമ്പോ കൊടുത്ത കഴിവ് ഉണ്ട് എന്ന് നമ്മൾ പറയണ്ട. നിങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റിക്കളയാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ നീക്കിക്കളയാൻ മരിച്ചുപോയ ഒരാൾക്കും കഴിയില്ല. ഇവിടെ ഭയങ്കരമായ രോഗമാണ്, വലിയ പ്രയാസത്തിലാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹയ്യദ്ദീൻ ശൈഖ് എങ്ങനെയാ സഹോദര നിന്റെ അസുഖം മാറ്റുക? അവിടെയാണ് ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്താണ്? ശൈഖ് ഇവിടെ ഇല്ലെങ്കിലും ശൈഖ് കാണും, ഇവിടെ ഇല്ലെങ്കിലും അറിയും, ഇവിടെ ഇല്ലെങ്കിലും കേൾക്കും. അതിനാണ് അഭൗതികമായി ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കാതെ പറയുന്നത്. ആ വിശ്വാസം വന്നാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. കാരണം അങ്ങനെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഉദ്ദേശിച്ചാൽ, അള്ളാഹ് വിചാരിച്ചാൽ മതി, ഈ ഭൂമിയിൽ നടക്കേണ്ടതൊക്കെ നടക്കും. അള്ളാഹ് ഉദ്ദേശിച്ചാൽ മതി. അത് റബ്ബിന്റെ പ്രത്യേകതയാ, അത് റബ്ബിന്റെ മാത്രം കഴിവാണ്. ആ കഴിവാണ്. ഇതാ മുഹയ്യദ്ദീൻ ശൈഖ് വിചാരിച്ചാൽ തന്നെ എന്റെ അസുഖം മാറും, മുഹയ്യദ്ദീൻ ശൈഖ് ഉദ്ദേശിച്ചാൽ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിങ്ങളാണ് ഈ ന്യായീകരണങ്ങളും വാക്കുകളുമായി നടക്കുന്നത്. അവ കൊടുത്ത കഴിവ് എന്ന ഒന്നില്ല, അവർക്കതിന് കഴിവില്ല, കേൾക്കാനും കഴിയില്ല, ഉത്തരം ചെയ്യാനും കഴിവില്ല. അല്ലാഹു തആല പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ ഇനിയും ആയത്തുകൾ. അള്ളാഹ്ക്ക് പുറമെ പല വാദവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്ന് വിളിക്ക്. അള്ളാഹ് ഒരു വെല്ലുവിളിയാണ്. നിങ്ങളൊന്ന് വിളിക്കൂ, അവരെ സഹായിക്കുന്നത് കാണട്ടെ, നിങ്ങളെ രക്ഷിക്കുന്നത് കാണട്ടെ. അള്ളാഹ് പറയാ ആ ആയത്തിന്റെ ബാക്കി ഭാഗം, ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ അണുമണി പോലും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല, അവർക്കതിന് സാധ്യമല്ല. വമാലഹും ഫീഹാ മിൻ ശിർകിൻ വമാലഹും മിൻഹും മിൻ ലഹീർ. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഒരു പങ്കു ഈ ആളുകൾക്ക് ആർക്കും ഇല്ല. പിന്നെ എന്തിനാ അവരെ വിളിക്കുന്നത്? അവരാരും അല്ലാഹുവിനെ അതിൽ സഹായിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നത്? ഇവിടെ കഴിവുണ്ടെന്നോ ഇല്ലാന്നോ? ഈമാനുള്ള ആളുകൾ, അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾ, പരലോകം ആഗ്രഹിക്കുന്നവർ ഇത് ചിന്തിച്ചാൽ മതി. അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനെതിരായി ആര് പറഞ്ഞാൽ നമുക്കെന്താ? എന്താ നമ്മുടെ ഉസ്താദുമാര് പറയല്? അത് നിങ്ങൾ വിളിക്കുന്നവർ കേൾക്കും, അവർ കാണും, അവർ അറിയും, വേണമെങ്കിൽ അവർ ഇവിടെ ഹാജരാവുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. കാരണം ഖുർആൻ മുഴുവൻ പഠിപ്പിച്ചത് അവർ ഉത്തരം തരില്ല, അവർ ഉപയോഗം ചെയ്യില്ല. നോക്കൂ നിങ്ങൾ ഒന്ന് രണ്ട് ആയത്തുകൾ കൂടി. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്തവയെ, ഉപദ്രവം ചെയ്യാത്തവയെ നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. കാരണം എന്ന് അള്ളാഹ് പറഞ്ഞ പാച്ച സമൂഹത്തിന്റെ മുമ്പിൽ ഈ ആയത്തുകൾ ഓതിയിട്ട് അവർ നന്നാക്കിയെടുത്തത്. ഈ ആയത്തുകൾ ഓതി കൊടുത്തുകൊണ്ടാണ് അവർ നന്നാക്കിയത്. അപ്പൊ അവരോട് പറഞ്ഞ അതേ ആശയം തന്നെ നമുക്ക് നമ്മോടും നാട്ടുകാരോടും പറയാനുള്ളത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നീ ദുആ ചെയ്യരുത്, നീ വിളിക്കരുത്. മാ ലാ യൻഫഉക, നിനക്ക് ഉപകാരമില്ലാത്തവയെ, വലാ യദുറുക, നിനക്ക് ഉപദ്രവം ചെയ്യാൻ സാധ്യമല്ലാത്തവയെ. ഫഇൻ ഫഅൽത, നീ ചെയ്താലോ ഇനിയും നീ വിളിക്കുകയാണ്, വിളിക്കരുത് എന്നല്ല പറഞ്ഞു. പക്ഷെ നമ്മൾ വിളിക്കും, വാശിയിലാണോ എങ്കിൽ ഫഇന്ന കൈദം മിനൽ ളാലിമീൻ, നീ അക്രമികളിൽപ്പെട്ടവനായി തീരും.
എന്താ ഏറ്റവും വലിയ ദാലിമാരാം? ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കാണ് ഏറ്റവും വലിയ ദുൽമ്. ആ അക്രമങ്ങളിൽ നീങ്ങി പെട്ടുപോകും. എന്നിട്ട് അല്ലാഹ് പറയാ, വയംസസ്കല്ലാഹു ബിളുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു പ്രയാസം വരുത്താൻ അല്ലാഹ് ഉദ്ദേശിച്ചാൽ ആ പ്രയാസത്തെ നീക്കം ചെയ്യാൻ ആരുമില്ല. വയയുരിദുക ബിഖൈരിൻ, അല്ലാഹ് ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ ഫലാ റാബ്ദ ലിഫളിഹി, ആ ഫളിനെ മടക്കി കളയാനും ആരും തന്നെ ഇല്ല. ഇവിടെ ചില ആളുകളൊക്കെ അല്ലാഹു തആല തീരുമാനിച്ചതാണ് എന്ത്? എല്ലാ ഇപ്പൊ ഗർഭാശയത്തിലുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹയാണ്. ഇന്നല്ലാഹ യംദഉ ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. അല്ലേ? ഗർഭത്തിലുള്ളത് അറിയുന്നവൻ അല്ലാഹയാണ്. അത് ആണോ പെണ്ണോ തീരുമാനിച്ചതും അല്ലാഹയാണ്. അല്ലാഹു യഹബു ലിമൻ യശാഉ ഇനാസ, ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. ഇതാണല്ലോ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകള്, വലിയ വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്ന് പറയുന്ന ആളുകള് സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാം. എന്താ? ആ ഗർഭിണിയായ ഒരു സ്ത്രീ, അവരോട് ഡോക്ടർ പറഞ്ഞു അത് പെൺകുട്ടിയാണ്, ഇനി അതിന് ആൺകുട്ടി ആക്കണം. അപ്പൊ അതിനെന്താ പണി? CM മടവൂരിന്റെ അടുത്ത് പോയാ മതി എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ CM മടവൂരിന്റെ അടുത്ത് പോയപ്പോ എന്തായി? അതിന് ഞാൻ ആൺകുട്ടി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാന്റെ കലാമിനോട് ധിക്കാരം പറയലാത്. ഔലിയാക്കന്മാരെന്ന് പേരിട്ടിട്ട് മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം. അതായത് കുണ്ടൂർ ഉസ്താദിന്റെ അടുക്കിലേക്ക് ഒരാൾ പോയി. അയാൾ പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഡോക്ടർ പറഞ്ഞത് പെൺകുട്ടിയാണ് എന്നാ, അതുകൊണ്ട് നിങ്ങൾ പരിഹാരം തരണം. ആ പോയ മനുഷ്യന്റെ അവസ്ഥ നോക്കി നിങ്ങൾ. കുണ്ടൂർ ഉസ്താദിനോട് പോയി പറഞ്ഞപ്പോ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു ഇപ്പൊ ഗർഭം എത്ര മാസമായി എന്ന് ചോദിച്ചു. 4 മാസം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറയണം എന്തായി നിങ്ങൾ എന്റെ അടുത്ത് പിടുത്തം വിട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ CM മടവൂരിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ഇവര് ഓരോ കാറ്റഗറിയിൽ നിൽക്കണം. ഇവരൊക്കെ 4 മാസം വരെ വരും, കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തും. ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു മുസ്ലിമിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്? സുഹൃത്തെ, അങ്ങനെ നീ അല്ലാഹു തആല ഹക്കീമാണ്, അലീമാണ്, ഖദീറാണ്. അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പലതും കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ റബ്ബിന്റെ ഖദാഇൽ തൃപ്തി അടയണം എന്നല്ലേ നല്ല ഔലിയാക്കന്മാർ പറയേണ്ടത്. പറയാണെങ്കിൽ ഇവിടെ പറയാ 4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? CM മടവൂരിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ എന്നാ. അങ്ങനെ CM മടവൂർ എന്ത് പറഞ്ഞു? അതെ, ഞാൻ ആ കുട്ടിയെ ആൺകുട്ടിയാക്കിയിരിക്കുന്നു എന്നാ. ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? അപ്പൊ ഈ കുട്ടിയെ കിട്ടാനാ മക്ബറയ്ക്ക് പോകുന്നത്. ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം, നമ്മുടെ ആഗ്രഹങ്ങള്. ഞാൻ അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പൊ അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല, അല്ലാഹ് ഉദ്ദേശിച്ച ഷർറിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ആരപ്പ ഞങ്ങൾ ഇപ്പൊ ഔലിയാക്കന്മാരെ പറ്റി അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് ചിലപ്പോൾ സാധാരണക്കാരൻ തോന്നിപ്പോകും. അപ്പൊ ഞാൻ ഇല്ലാത്ത പറയാൻ തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാനിത് ഉദാഹരണം പറഞ്ഞ കാര്യം പറഞ്ഞത്. നമ്മുടെ ഉദാഹരണം എന്താ? മുഹ്യിദ്ദീൻ ശൈഖ് ഉദ്ദേശിച്ചാൽ സംഗതികൾ അങ്ങനെ നടക്കും. കാരണം അത്രക്ക് പവറും അത്രക്ക് കഴിവുമുള്ളവരാണ് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ആധുനിക കാലഘട്ടം ആരുടെ മുമ്പിലാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മനുഷ്യന്മാർക്ക് മുമ്പിലാ. അതുകൊണ്ട് അല്ലാഹുവോടാ ഫദ്ൽ ചോദിക്കേണ്ടത്, അള്ളാഹുവോടാണ് അനുഗ്രഹം ചോദിക്കേണ്ടത്. ആ റബ്ബിനല്ലാതെ വേറൊരാൾക്കും ചെയ്തു തരാൻ സാധ്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ ഒരു ചോദ്യം. അള്ളാഹ് പറയാ, അള്ളാഹ്ക്ക് പുറമെ ആരാധ്യ വസ്തുക്കളെ സ്വീകരിച്ചു. അവരാകട്ടെ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. ആരെയാണോ അവർ സ്വീകരിച്ചത് ആരാധ്യ വസ്തുക്കളായിട്ട്, അവരെന്തല്ല? സൃഷ്ടാക്കളല്ല, അവരൊക്കെ സൃഷ്ടികളാണ്. വലാ യംലികൂന ലിഅൻഫുസിഹിം ലർറൻ വലാ നഫ്ആ. സ്വന്തം കാര്യത്തിൽ ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്തവരാണ്, അവ കഴിവില്ലാത്തവരാണ്. ഇനി കഴിവുണ്ട് നമ്മൾ പറയണ്ട. അങ്ങനെ കഴിവില്ല എന്ന് അല്ലാഹ് പറഞ്ഞ കഴിവുണ്ട് എന്ന് വേറൊരുത്തം പറയുമ്പോ അള്ളാഹിനോട് എതിര് പറയലല്ലേ അത്? എത്ര സ്ഥലങ്ങളില്. മറ്റൊരു സ്ഥലത്തുള്ള പറയാ, ഇന്നല്ലദീന തദഊന മിൻ ദൂനിഹി ഇബാദുൻ അംസാലുക്കും. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചാലും അവരെല്ലാവരും ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ അടിമകളാണ്, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണ്. അവർ ഈ ഭൂമി ലോകത്ത് ജീവിച്ചവരാണ്, അവരിവിടെ രോഗങ്ങൾ ഉണ്ടായവരാണ്, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയില്ലേ ബദരീങ്ങളില് ബദർ യുദ്ധത്തിൽ 14 പേരെ ഷഹീദായിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സ്വഹാബിമാരും, എത്രയോ സ്വഹാബിമാര് പിൽക്കാലത്ത് നടന്ന യുദ്ധങ്ങളിലാണ് മരിച്ചത്. ജമൽ യുദ്ധ സന്ദർഭത്തിൽ മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു എതിരാളിയിൽ നിന്ന് വന്ന ഒരു അമ്പ് അത് അദ്ദേഹത്തിന്റെ തുടയിൽ തറച്ചിട്ട് ആ തുടയിലൂടെ തുളച്ചു കയറി അദ്ദേഹം ഇരിക്കുന്ന കുതിരയുടെ കാലിലേക്ക് കയറി.
അദ്ദേഹം വീണ്. പക്ഷെ ആ അമ്പ് കൊളുത്ത കാരണം താഴെ എത്തിയില്ല. കുതിര അദ്ദേഹത്തെയും കൊണ്ട് ഓടി. എത്ര ദൂരത്തേക്കാണ് വലിച്ചോടിയത് ചരിത്രം പറയുന്നുണ്ട്. ആരാ? ബദർ പങ്കെടുത്ത മഹാന്മാരാ. എന്നിട്ട് ഇവിടെ വീഴുമ്പോ അവരെ വിളിക്കാം. അതാണല്ലോ ബദരീങ്ങളുടെ പേരുകൾ എഴുതി വെച്ച്. എന്തിനാ? വീടിന്റെ ചുമരുമേ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയ കാവലാരാ? ബദരീങ്ങളാ. ഈ ബദരീങ്ങളെ പേര് ചൊല്ലിക്കൊണ്ടായിരുന്നു പണ്ട് കാലത്ത് പ്രസവം നടന്നിരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ഏറ്റവും മികന്തുള്ള പേറ്റുവാരുത്തത്തിൽ ഇന്താ സ്വഹാബികൾ പേരിനെ ഒതുകിൽ കൂറി മുടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാ ശക്യം നോവർ. അത് കൂറി മുടിയതൊക്കെ മുന്നാടിയാകെ പ്രസവം നടന്നിരുവാങ്ക. അങ്ങനെയാണ് ബദരീങ്ങളെന്ന് വിളിച്ചിട്ട് അത് ചൊല്ലി മുടിയണക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ പറയണതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? ഇവിടെ സുഖമായിട്ട് പ്രസവം നടക്കുന്ന. അപ്പൊ നമ്മുടെ വിശ്വാസം ഇതാണ്. ഇന്നുണ്ട് ആ വിശ്വാസം. പക്ഷെ ഇപ്പൊ ചൊല്ലണില്ല എന്ന് മാത്രം. കാരണം ആൾക്കാർക്ക് കുറച്ചൊക്കെ അന്തം വെച്ചു. അതുകൊണ്ട് പിന്നെ ചുമരിന്റെ മുകളിൽ ബദരീങ്ങൾ, അസ്മാഉൽ ബദരീൻ. എന്തിനാ? വീട് കാക്കാനുള്ള ആളുകളാ. ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളായ എത്ര ആളുകളാണ് പിന്നെ മാരകമായ രോഗം പിടികൊട്ടുകൊണ്ട് മരിച്ചെന്നറിയോ? താഊൻ അംവാസ്, വലിയ പ്ലേഗ് വ്യാപകമായി ബാധിച്ച ഒരു കാലഘട്ടം. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് മരിച്ചിട്ടുണ്ട്, യുദ്ധക്കളങ്ങളിൽ മരിച്ചിട്ടുണ്ട്, ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടെ പരുന്ന് പറയാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബദരീങ്ങളെ വിളിച്ചോളൂ. അതാ ബദർ മൗലിദ്. ഈ ബദർ മൗലിദ് എന്ന പേര് പറഞ്ഞും മുഹയ്യദ്ദീൻ മൗലിദ് എന്ന പേര് പറഞ്ഞും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് പച്ചയായ ശിർക്ക് ചെയ്യിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണത്. ഈ ബദർ മൗലിദിന് വരുന്നില്ലേ? ബദരീങ്ങളെ വിളിച്ചോ എന്നാ പറയുന്നത്. ഖുർആൻ മുഴുവൻ എടുത്താൽ അള്ളാഹുവിനെ വിളിച്ചോ, അള്ളാഹിനോട് പറഞ്ഞോ, അള്ളാഹിനോട് ആവശ്യപ്പെട്, അല്ല പോരെ എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോ ബദർ മൗലിദിന് നമ്മുടെ ഉസ്താദ്മാർ മുമ്പിൽ ഇരുന്നിട്ട് അത് ദീനെന്ന് പറഞ്ഞുകൊണ്ട്, ബഹുമാനം എന്ന പേര് പറഞ്ഞ്, അതേ ബദരീങ്ങളോടുള്ള സ്നേഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് പറയാ. എന്താ? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരി ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? വിളിച്ചോ അല്ലയോ ബദർ ശുഹദാക്കളെ. വിളിച്ചോളാൻ പറയാണ്. യമൻ ബിഹി മുർറുൽ ബലാ വലിഖത ഖൽബൻ വജിലാ ഖുൽ മുസ്രിഅം മുഹർവിലാ യാ അഹ്ല ബദരി ശുഹദാ. നിന്റെ ഹൃദയം നടുങ്ങി പോകുന്നുണ്ടോ? നിനക്ക് പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ? നിനക്ക് പ്രയാസങ്ങൾ വരുന്നുണ്ടോ? വിളിച്ചോ അല്ലയോ ബദർ ശുഹദാക്കളെ. ബദർ ശുഹദാക്കൾ എന്തിനാ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന ആ മുദ്രാവാക്യവുമായി ബദറിലേക്ക് ഇറങ്ങി ഷഹീദായ ബദരീങ്ങള് അവരെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇത് എന്ത് ഇസ്ലാമാ? നമ്മൾ പഠിച്ചിട്ടില്ല ഇസ്ലാം, മനസ്സിലാക്കിയിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവരെ മണലിലൂടെ വലിച്ചില്ലേ, പ്രയാസപ്പെടുത്തിയില്ലേ, നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചില്ലേ? എന്തിന്റെ പേരില? ആ വിളിക്കേറി കല്ലെടുത്ത് നെഞ്ചിൽ വെച്ച സന്ദർഭത്തില് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ വാക്കെന്താ? യാ ബിലാൽ, യാ ബിലാൽ ഉദ്കുരിൽ ലാത്ത വൽ ഉസ്സ. വിളിക്ക് ബിലാലെ ലാത്തയെ, വിളിക്ക് ബിലാലെ ഉസ്സയെ. ഏതുപോലെ ഇന്നത്തെ മുസ്ലിയാക്കന്മാർ പറയുന്ന പോലെ വിളിച്ചോ ബദരീങ്ങളെ, വിളിച്ചോ ഗൗസുൽ ആലമിനെ, വിളിച്ചോ സിഎം മടവൂരിനെ എന്ന് ഇന്നത്തെ ആളുകൾ പറയുന്ന പോലെ അന്ന് പറഞ്ഞതാ. യാ ബിലാൽ ഉദ്കുരിൽ ലാത്ത വൽ ഉസ്സ. വിളിക്ക് ബിലാലെ ലാത്തയെ, വിളിക്ക് ബിലാലെ ഉസ്സയെ, ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. അപ്പടാ ബിലാൽ പറഞ്ഞത്, അഹദ് ഇല്ല, ഞാൻ അള്ളാഹിനെ വിളിക്കുള്ളൂ, ഞാൻ അള്ളാഹിനെ വിളിക്കുള്ളൂ. ഇവരാ ബദറിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടി? അള്ളാഹിനെ മാത്രം വിളിക്കാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ അവർക്കുണ്ടായ പരീക്ഷണമാ ബദർ യുദ്ധം. അവർ ഷഹീദായപ്പോഴോ ഇവിടെ ഇരുന്നിട്ട് അയാ ബദർ ശുഹദാ, അല്ലയോ ബദർ ശുഹദാക്കളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടില്ല, ചൊല്ലണേ ഉള്ളൂ. അതാണ് പറഞ്ഞ മക്കത്തെ മുശ്രിക്കിന് വിവരമുണ്ട്. ഓനത് പറഞ്ഞ എന്തേ ഓനക്ക് മനസ്സിലായി, ഇത് പറഞ്ഞ പിന്നെ മറ്റോ പറ്റൂല.
പിന്നുള്ള ഒരു ന്യായീകരണം എന്താണെന്നറിയോ? ഞങ്ങള് പിന്നെ എന്താണ് ഇലാഹാക്കുന്നില്ല. മക്കത്തെ മുശ്രിക്കുകള് ഇബ്രാഹിം നബി എന്താക്കി? ഇലാഹാക്കി. ഇസ്മായിൽ നബിയെ ഇലാഹാക്കി. ഞങ്ങളാരും ഔലിയാക്കന്മാരെന്താക്കുന്നില്ല, ഇലാഹാക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സഹായതേട്ടമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ചില ആളുകളൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇന്ന വ്യക്തി ഇലാഹാകുന്നു എന്ന് ഞാൻ പേരെഴുതി ഒപ്പ്, അത് പറയലല്ല ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി ഇലാഹാണ് എന്ന് മുശ്രിക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇസ്മായിൽ നബി ഇലാഹാണെന്ന് മുശ്രിക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അള്ള നടത്തിയ പ്രയോഗം എന്താണ്? അവർ അള്ളാഹ്ക്ക് പുറമെ അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവോട് പറയേണ്ട കാര്യം, അള്ളാഹിനോട് ചോദിക്കേണ്ടുന്ന കാര്യം, അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ട കാര്യം, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം അവർ ഇബ്രാഹിം നബിയിൽ പ്രതീക്ഷിച്ചു, ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അപ്പം എന്തായി? അള്ളാഹ് പറയാ, അവർ അവരെ ഇലാഹുകളാക്കി. അപ്പൊ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ ഇലാഹാക്കിയിരിക്കുന്നു എന്ന് എന്റെ പേരും എന്റെ കുടുംബ പേരും ഒന്നും ഒപ്പിടലല്ല. ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. രോഗം മാറ്റുന്നവൻ അള്ളയാണ്, ആണല്ലോ. ഞാനിപ്പൊ പറയാണെന്ത്? മരിച്ചുപോയ CM മടവൂർ എന്റെ രോഗം മാറ്റും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്ക, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പൊ പറയുമ്പോ ഡോക്ടർ രോഗം മാറ്റണില്ലേ? അവിടെയാണ് വ്യത്യാസം. ഡോക്ടർ അടുക്കലേക്ക് ഞാൻ പോകുന്നു, ഡോക്ടറോട് ഞാൻ കാര്യം പറയുന്നു, ഡോക്ടർ എനിക്ക് മരുന്ന് കുറിച്ചു തരുന്നു, ആ ലിസ്റ്റുമായി ഞാൻ പോയി മരുന്ന് വാങ്ങുന്നു, അത് ഞാൻ കഴിക്കുന്നു, എന്റെ രോഗം മാറുന്നു. അതെന്താ? അതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയാ. എന്റെ രോഗം മാറുക എന്ന കാര്യം നടക്കാൻ ഡോക്ടറെ കാണുക എന്ന കാരണവും ഞാൻ ബന്ധപ്പെട്ടു, ഡോക്ടർ തന്ന മരുന്ന് കഴിക്കുക എന്നുള്ള കാരണവും ഞാൻ ബന്ധപ്പെട്ടു. അവിടെ അള്ളാഹിന്റെ ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ എന്റെ അസുഖം മാറും. അതാണോ ബദ്രീങ്ങളെ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ? ബദ്രീങ്ങൾ ഇങ്ങോട്ട് എണീറ്റ് വരിക, നിങ്ങൾക്ക് മരുന്ന് വാങ്ങിത്തരിക, ആ മരുന്ന് വെള്ളം ഉപയോഗിച്ച് കുടിക്കുക, അങ്ങനെയാണോ? അല്ല. ഒന്ന് ഭൗതികമാണ്, മറ്റൊന്ന് അഭൗതികമാണ്. ഒന്ന് കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ളതാണ്, ഒന്ന് പുറത്തുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ രോഗം മാറ്റുമെന്ന് വിശ്വസിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ മരുന്ന് തന്നാൽ അതുകൊണ്ട് എന്റെ അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്ന പോലെയല്ല. രണ്ടും രണ്ടാണ്. അത് അള്ളാഹ് വെച്ച സബബാണ്, ഇത് അള്ളാഹ് വെച്ച കാരണമാണ്. എന്നാലോ മരിച്ചുപോയവരോട് പറയലോ അത് അള്ളാഹ് വെച്ച സബബല്ല. അപ്പൊ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് ഇതാ ശൈഖ് വിചാരിച്ച എന്റെ അസുഖം മാറും, മടവൂര് വിചാരിച്ച എന്റെ പ്രയാസങ്ങൾ നീങ്ങും, മടവൂര് വിചാരിച്ച എന്റെ കടങ്ങൾ വീടും എന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്ക. ചോദിക്കണം എന്നില്ല. ഇത് ഞാൻ പറഞ്ഞൊന്നല്ല, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇത് പറയാൻ കാരണം എന്താ? ഞങ്ങൾ ആരും ഇലാഹാക്കുന്നില്ല. ഇപ്പോഴത്തെ വാദം എന്താണെന്നറിയോ? അള്ളാഹിനെ പോലെ വേറൊരു ഇലാഹാണ് മുഹയ്യദ്ദീൻ ശൈഖ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരല്ല. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പോലും മുഹയ്യദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നൊരു മുസ്ലിയാരെ പ്രസംഗിക്കാനുള്ള കാരണം. ആ കാരണം അവരെ വാദം എന്താ? ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഈ വിശ്വാസം സത്യത്തിൽ ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഞാന് ഷിയാക്കളുടെ നേതാവായ ആയത്തുള്ള റൂഹുള്ള എന്ന് അവർ പറയുന്ന ഖുമൈനി ഉണ്ട്. ആ ഖുമൈനിയുടെ ഒരു ഉദ്ധരണി കേൾപ്പിക്കുക, കേട്ടോളൂ. ഖുമൈനി പറയാണ്, എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഇന്ന ശിർക ഹുവ തലബുൽ ഹാജത്തി മിൻ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരോട് ഹാജത്തുകൾ ചോദിക്കലാണ് ശിർക്ക്. എങ്ങനെ ചോദിക്കണം? മഅൽ ഇഅ്തിഖാദി ബിഅന്ന ഹാദൽ ഗൈറ ഇലാഹുൻ വ റബ്ബുൻ. അല്ലാഹു അല്ലാത്ത ആരോടാണോ ചോദിക്കുന്നത് ആ വ്യക്തി ഇലാഹാണെന്നോ റബ്ബെന്നോ ഉള്ള വിശ്വാസത്തോടു കൂടി ചോദിച്ചാലേ ശിർക്കാവുകയുള്ളൂ. എന്നാൽ അല്ലാഹു അല്ലാത്തവരോട് വല്ലതും ആവശ്യപ്പെട്ടാൽ മിൻ ഗൈരി ഹാദൽ ഇഅ്തിഖാദി, ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ ചോദിച്ചാൽ ഫലൈസ ബിശിർക്കിൻ, അത് ശിർക്കല്ല. വലാ ഫറഖ ഫീ ഹാദൽ മഅനാ ബൈനൽ ഹയ്യി വൽ മയ്യിത്തി, അതിൽ ജീവനുള്ളവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ല. വലിഹാദ, അക്കാരണത്താൽ ലൗ തലബ അഹദുൻ ഹാജതഹു, ഒരാൾ തന്റെ ഹാജത്ത് ആവശ്യം ചോദിച്ചാൽ മിനൽ ഹജരി, കല്ലിനോട്, വൽ മദരി, നിർജീവ വസ്തുക്കളോട്, ലാ യകൂറു ശിർക, ശിർക്കാവുകയില്ല.
ആര്? ഖുമൈനി. ഉസ്താദ് ചോദിച്ചു നോക്കി, അവരും എന്നെ പറയാ ഇലാഹെന്ന് വിശ്വസിക്കാഞ്ഞാ മതി. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്. എന്തുകൊണ്ട്? നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വചനങ്ങൾ പഠിപ്പിച്ചു. ആ വചനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തു. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്ന, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വാദം എന്താ? അള്ളാഹുവിലേക്ക് ശുപാർശകരാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയാം, ഇന്നഹും വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം. ഈ വിഗ്രഹങ്ങളെയും ഈ വസനുകളെയും എല്ലാം അവര് അമ്പിയാക്കന്മാരുടെ സുവറുകളിൽ, അത് കല്ലല്ലേ മരമല്ലേ നമ്മൾ പറയണ്ട, ആ കല്ലും മരക്ക് ആരാ? നബിന്റെ രൂപത്തിലാ, ഇബ്രാഹിം നബിയാണ്. കാബക്കകത്ത് ചെന്നാൽ കാബന്റെ ചുമരുകൾ ഉള്ളിൽ നിറയെ ഇബ്രാഹിം നബിയുടെ ചിത്രങ്ങളായിരുന്നു. കാബന്റെ പുറത്ത് ഇബ്രാഹിം നബിയുടെ ചിത്രമായിരുന്നു. കാബന്റെ മുമ്പില് ഇബ്രാഹിം നബിയുടെ രൂപത്തിലുണ്ടാക്കിയ വിഗ്രഹങ്ങളായിരുന്നു. ആ വിഗ്രഹമല്ല അവരുടെ ലക്ഷ്യം, ഇബ്രാഹിം നബിയാണ് ലക്ഷ്യം. അതാണ് ഇമാം റാസി പറയുന്നത്. ഈ വിഗ്രഹങ്ങൾ ആരാണ്? അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, മഹാത്മാക്കളുടെയും നബിമാരുടെയും രൂപങ്ങളിലാണ്. വസഅമു, അവർ വാദിച്ചു, മക്കത്തെ മുശ്രിക്ക് വാദിച്ചു, എന്ത്? മതസ്തഗലു ബി ഇബാദതി ഹാദിഹി തമാസീൽ, ഈ വിഗ്രഹങ്ങളെ, ഈ രൂപങ്ങളെ ആരാധിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിറ, ഈ മഹാത്മാക്കളായ ആളുകൾ തകൂനു ശുഫആഉഹും ഇൻദല്ലാഹി തആല, ഈ ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചു. അതാണ് ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. ഈ തഫ്സീർ കൊടുത്ത ശേഷം ഇമാം റാസി പറയുന്ന അടുത്ത വാക്കെന്താണെന്നറിയോ? വനലീറുഹു ഫീ ഹാദ സമാനി, അതിന് തത്തുല്യമാണ് ഈ കാലഘട്ടത്തിലും. റാസി എന്ന് പറഞ്ഞതാ 600 കൊല്ലം മുമ്പ് പറഞ്ഞതാ. വനലീറുഹു ഫീ ഹാദ സമാനി, ഈ കാലഘട്ടത്തിലും അതിന് തുല്യമായി കൊണ്ട് ചില പണികളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താ? ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, ഒരുപാട് സൃഷ്ടികള്, ഒരുപാട് മനുഷ്യന്മാര് മുഴുകിയിരിക്കുകയാണ് ബിതഅലീമി ഖുബൂരിൽ അകാബിരി, മഹാത്മാക്കളുടെ ഖബറിന്റെ മുമ്പിൽ അന്ന് വിഗ്രഹമുണ്ടാക്കി, അന്ന് കല്ലുകൊണ്ട് രൂപമുണ്ടാക്കി. ഇന്ന് ചില ആളുകളോ വിഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ മഖ്ബറകൾക്ക് മുമ്പിലാണ്. എന്താ വിശ്വാസം? അല അത്തിഖാദി, ഈ വിശ്വാസത്തോടുകൂടി അന്നഹും, ഈ മഖ്ബറയിലുള്ള ആളുകൾ ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യഖൂനൂന ശുഫആഅലഹും ഇൻദല്ലാഹി തആല, ഇവർ അടുക്ക പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ, ആ ഖബറുകളെ വന്ദിച്ചാൽ ഇവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശകരാകും എന്ന് പറയുന്ന ചില ആളുകൾ ഈ കാലത്തുണ്ട്. ഇത് ഏത് വെച്ചിട്ടാ പറയണത്? എന്ന് അള്ളാഹ് പറഞ്ഞ അവരോടാണല്ലോ അള്ളാഹ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നത്. അവരുടെ വാദാണല്ലോ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അതേ പണിയാണ് ഇന്ന് ചില ആളുകൾ മഖ്ബറകൾക്ക് മുമ്പിൽ പോയി ചെയ്യുന്നത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല എന്ന് പറയണ്ട. ഈ ഖബറിനെ ഇലാഹാക്കിയിട്ട് അത് തെറ്റാന്ന് പറഞ്ഞത് അല്ലല്ലോ. മക്കത്തെ മുശ്രിക്ക് ചെയ്ത അതേ പണിയാണ് ഇത്. ഇലാഹാക്കണം എന്നില്ല, റാസിയ പഠിപ്പിച്ചത്. ഇനിയും വിശ്വാസം വരുന്നില്ലേ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ ആളുകളൊക്കെ ധാരണ അതിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു മഹാനാണ് എന്നാ. അദ്ദേഹം കോളേജിൽ പഠിച്ച പണ്ഡിതനാ, യൂണിവേഴ്സിറ്റി പഠിച്ച് ബിരുദം നേടിയ പണ്ഡിതനാ, കിതാബ് എഴുതിയ പണ്ഡിതനാ. ആ കിതാബിൽ അദ്ദേഹം എഴുതി വെക്കണം. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി ഉണ്ട്, ഫുതൂഹുൽ ഗൈബ് ഉണ്ട്, ബുനിയത്തു ത്വാലിബീൻ ഉണ്ട്. ഫത്ഹുർ റബ്ബാനിയിൽ മുഹയ്യബ്ദീൻ ശൈഖ് എഴുതി വെക്കുകയാണ്, ഇത് കേട്ടോളൂ, ഇലാഹാക്കണില്ല ഞങ്ങൾ നിന്നെ ആരും പറയരുത്. ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ മുഹയ്യബ്ദീൻ ശൈഖിനോട് ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ച ഉസ്താദുമാരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരാണ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റായി ചൊല്ലുന്നവരാണ്. എങ്കിൽ കേട്ടോ, മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖദ് ഇഹ്താല അലൈക ശൈത്വാൻ, മനുഷ്യ പിശാച് നിന്റെ കാര്യത്തിൽ കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. ശൈത്താൻ നിന്റെ കാര്യത്തിൽ കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടോ നീ പറയുന്ന കളവുകളെ നിനക്ക് അലങ്കാരമാക്കി തരുന്നുണ്ട് പിശാച്. നീ ചെയ്യുന്ന തിന്മകളെയും നിനക്ക് പിശാച് അലങ്കാരമാക്കി തരുന്നുണ്ട്.
ഇത് പറഞ്ഞ ശേഷം മുഹ്യിദ്ദീൻ ശൈഖ് പറയാ, തക്ദിബു നീ കളവാണ് പറയുന്നത്, ഹത്താ ഫീ സ്വലാത്തിക നിന്റെ നമസ്കാരത്തിൽ പോലും നീ നമസ്കാരത്തിൽ കളവ് പറയുന്നുണ്ട്. അപ്പൊ ഇത് കാഫിറിനോടല്ലാന്ന് മനസ്സിലായില്ലേ? ഇത് നസ്രാനിയോടല്ലാന്ന് മനസ്സിലായല്ലോ, ജൂതനോടല്ലാന്ന് മനസ്സിലായി, മുസ്ലിമിനോടാന്ന് മനസ്സിലായി. ഇനി മുസ്ലിങ്ങളിൽ ഏത് ടീമാന്ന് മുഴുവൻ കേട്ടാ മനസ്സിലാവും. എന്താ പറഞ്ഞത്? നീ നിന്റെ നമസ്കാരത്തിൽ കളവ് പറയുന്നു. കാരണം എന്താണ്? അല്ലാഹു അക്ബർ, നമസ്കരിക്കുമ്പോൾ നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുന്നുണ്ട്, പക്ഷേ നീ പറയുന്ന കളവാ. എന്തുകൊണ്ട്? നിന്റെ കൽബിൽ അല്ലാഹയല്ലാത്ത വേറെ ഇലാഹുണ്ട്. ആരാ പറഞ്ഞ്? മുഹ്യിദ്ദീൻ ശൈഖ് പറയാണ്, നീ നമസ്കരിക്കുമ്പോ കണ്ടോ, അപ്പൊ മുഅ്മിനോടാ പറയണത്. ഈ ശൈഖിനെ കുറിച്ച് എന്ത് പറഞ്ഞത്? ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ വിളിക്കാന്ന് പറഞ്ഞത്. എന്താ ശൈഖ് പറയണത്? നീ നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, അത് നീ പറയണത് കളവ, വെറുതെ പറയാണ്. കാരണം എന്താ? നിന്റെ കൽബിൽ ആ അല്ലാഹയല്ലാത്ത ഇലാഹുണ്ട്. അപ്പൊ എന്താ ഇലാഹ് എന്ന് പറഞ്ഞ? ഞാൻ വേറെ ഇലാഹിനൊന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. ശൈഖ് പറയാ, ഏതൊന്നിനാണോ നീ ഭരമേൽപ്പിക്കുന്നത് നിന്റെ ഇലാഹാണ്. കണ്ടോ, ഇത് ഇലാഹാകുന്നു എന്നല്ല. നിനക്കൊരു പ്രയാസം വരാതിരിക്കാൻ നീ എന്തൊന്നിൽ ഭരമേൽപ്പിച്ചോ അത് നിന്റെ ഇലാഹാണ്. കാര്യകാരണ ബന്ധമായ ബന്ധപ്പെടലല്ല. വീട്ടിലിപ്പോ ഞാൻ പുറത്തിറങ്ങി പോവുകയാണ്, ഒരാളെ സിറ്റ് ഔട്ടിൽ ഇരുത്തി വൈകുന്നേരം വരെ ഒന്ന് ഇരിക്കണം, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. വൈകുന്നേരം വന്നപ്പോ 500 രൂപ പ്രതിഫലം കൊടുത്തു. അതെന്താ? ഒരു ഏൽപ്പിക്കല. ആ ഏൽപ്പിക്കലല്ല, അത് ഭൗതികമായ ഏൽപ്പിക്കല. അവിടെയാണ് ഭൗതികം വേർതിരിയ. എന്നാ ചുമരിന്റെ മുകളിൽ എന്തുണ്ട്? 10 ആൾക്കാരെ പേരുണ്ട്, ബദരീങ്ങളെ പേര്, അവര് നോക്കുന്നു പറഞ്ഞാലോ അത് അഭൗതികമായി ഏൽപ്പിക്കല, അതൊരു ഭരമേൽപ്പിക്കലാണ്. ഈ ഭരമേൽപ്പിക്കൽ നമ്മൾ നടത്തുന്നുണ്ട്, നമ്മൾ ചൊല്ലുന്നുണ്ട്, നമുക്ക് അറിയില്ല എന്ന് മാത്രം. നമ്മളെ ചില ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. CM മടവൂരിന്റെ പേരിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട മൗലിദിൽ എന്താ പറയണത്? അല്ലയോ മടവൂരെ, എല്ലാ പ്രതീക്ഷകളും നിങ്ങളിലേക്കാണ്, എല്ലാ പ്രതീക്ഷകളും നിങ്ങളിലേക്കാണ്. അപ്പൊ അവിടെയാ ഭരമേൽപ്പിക്കല്. പിന്നെയോ മങ്കൂസു ഷറഫുൽ അനാം ഓതുമ്പോഴോ യാ സയ്യിദസ് സാദാത്തി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അവിടെ ഏൽപ്പിക്കലാരാ? റസൂലിനാണ്. റസൂലെ, നിങ്ങൾ എന്റെ അപേക്ഷകൾ, എന്റെ ആഗ്രഹങ്ങളെ നിഷ്ഫലമാക്കി കളയരുതേ, അങ്ങയുടെ സംരക്ഷണം ആവശ്യമാണ്. എന്താ മുഹ്യിദ്ദീൻ ശൈഖ് പറയുന്നത്? നീ വെറുതെ പറയാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാ. എന്നിട്ട് മടവൂരിനെയും വിളിക്കും, CM മടവൂരിനെയും വിളിക്കും, ഇഫാ ശൈഖിനെയും വിളിക്കും, സകല ഔലിയാക്കന്മാരെയും വിളിക്കും. എന്തിനാ? ഭരമേൽപ്പിക്കാണ്. അവിടെ രക്ഷ കിട്ടാൻ വേണ്ടി തേടുകയാണ്, ആവശ്യപ്പെടുകയാണ്. ശൈഖ് പറയുന്നു, കുല്ലു മാ തഅതമിദു അലൈഹി, ഏതൊന്നിൽ നീ ഭരമേൽപ്പിച്ചുവോ അത് ഫഹുവ ഇലാഹുക, നിന്റെ ഇലാഹാണ്. ഇനി കേട്ടോ, കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, ഏതൊന്നിനെയാണോ നീ ഭയപ്പെടുന്നത് നിന്റെ ഇലാഹാണ്. എന്താ ഭയപ്പെടുന്നത് ഇലാഹ എന്ന് പറഞ്ഞ? ശരിക്ക് പറഞ്ഞുതരാ. അവിടെ നായി നിൽക്കുന്നുണ്ട്, നമ്മൾ അതേ പോകുമ്പോ പേടിച്ചു നായിനെ, ഇങ്ങോട്ട് തന്നെ പോകുന്നു. അത് ഇലാഹാക്കല അല്ല, അത് ഭൗതികമായ പേടിയാ. അതാണ് ഭൗതികമായ പേടി, കാര്യകാരണ ബന്ധത്തിനകത്തുള്ള പേടി. എന്താ അവിടുത്തെ കാര്യകാരണ ബന്ധം? നായി എന്നെ കാണുന്നു, നായി എന്റെ അടുക്കിലേക്ക് വരും, എന്നെ കടിക്കും, പ്രയാസം ഉണ്ടാകും. അതാണ് കാര്യകാരണ ബന്ധത്തിനകത്തുള്ള പേടി. എന്നാ കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ളൊരു പേടിയുണ്ട്. എന്താണെന്നറിയോ? ഒരു ചങ്ങായി വണ്ടി ഓടിച്ച് വരിക, വലിയ ലോറിയിട്ട് ചുരത്തിന്റെ മുകളിൽ നിന്ന് വരുമ്പോ ഒരു മക്ബറ അപ്പുറത്ത് നിൽക്കണം. എല്ലാ കച്ചവടക്കാരും ചുരത്തിന്റെ മുകളിൽ കബറുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഓൽക്കാരെ അതിന് പൈസ കൂടുതൽ കിട്ടും. അപ്പോ ആ ചുരത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന ഒരുത്തൻ ആ മക്ബറിന്റെ മുമ്പിൽ ഉള്ള പെട്ടിയിൽ പൈസ കൊണ്ടുപോയിട്ടു. എന്തിനാ പൈസ ഇട്ടത്? എനിക്ക് അപകടം വരാതിരിക്കാൻ. ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ഷെയ്ഖിന്റെ മക്ബറയിൽ പൈസ ഇടാണ്ട് പോയാൽ വണ്ടി മറിയും. കണ്ടോ? ഇല്ലെങ്കില്ല എന്ന് പറയേ. ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആ ഷെയ്ഖിന്റെ മക്ബറയിൽ പൈസ ഇടാണ്ട് പോയാൽ വണ്ടി മറിയും. ബസ്സുകാർ കണ്ടിട്ടുണ്ടാവും നിങ്ങള്, അവര് രാവിലെ ബസ് എടുത്താല് ആദ്യം പൈസയുടെ എവിടെയാ? അവിടെ തൊട്ടടുത്തുള്ള മക്ബറയിലെ വെട്ടിയിലാണ്. എന്തിനാ? കൂടുതൽ ഓട്ടം കിട്ടാൻ അല്ലേ? ഇല്ലെങ്കില്ല എന്ന് പറയാം. ആർക്കൊന്നും തോന്നണ്ടല്ലോ, സത്യം പറഞ്ഞു തരികയാണ്. അതെന്താണെന്നറിയോ? അഭൗതികമായ പേടിയാ. ഇവിടെ ഇട്ടില്ലെങ്കിൽ ഷെയ്ഖിനൂടെ എന്തെങ്കിലും എനിക്ക് പറ്റും. അപ്പൊ എന്താ ഷെയ്ഖ് എന്താ കൈക്കൂലി കൊടുത്താൽ മാത്രം സഹായിക്കുന്ന ആളാ?
അപ്പൊ അങ്ങനെയല്ലേ വരിക? കൈക്കൂലി കൊടുത്താൽ സഹായിക്കും, അല്ലെങ്കിൽ സഹായിക്കൂല, പൈസ കൊടുത്താൽ സഹായിക്കും, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? എന്നിട്ട് അപകടം വരാതിരിക്കാൻ, ബസ് മറിയാതിരിക്കാൻ, ഓട്ടം കൂടാൻ നമ്മൾ എവിടെ പൈസ ഇടുക? ഈ പെട്ടിയിൽ. അത് ഇബാദത്താ. ആർക്ക്? ശൈഖിനുള്ള. ഞാൻ ഇലാഹാക്കിയിട്ടില്ല എന്നൊന്നും പറയണ്ട. വിഷയം മനസ്സിലായോ? എന്തേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഒരു സാധു വന്ന് കൈയട്ടിയില്ലേ, ഒരു ചായ കുടിക്കാൻ ഒരു 10 രൂപ കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാഞ്ഞത്? ലക്ഷ്യം വേറെയാ. ആ മനുഷ്യൻ വീണ്ടും കുറച്ച് മുന്നോട്ട് വന്ന് അവർ പള്ളിന്റെ മുമ്പിൽ പെട്ടിയുണ്ടോ, അവിടെ പൈസ ഇട്ടിട്ടില്ല. ധർമ്മപ്പെട്ടി, അവിടെ പൈസ ഇട്ടിട്ടില്ല. കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അപ്പോൾ മക്ബറ കണ്ടത്, അവിടെ പൈസ ഇട്ടു. പാവപ്പെട്ടവൻ ചായക്ക് ചോദിച്ചപ്പോ കൊടുക്കാത്ത കാശ്, കണ്ണിന്റെ മുമ്പിൽ പള്ളിയുടെ പെട്ടി കണ്ടപ്പോ ഇടാത്ത കാശ്, തൊട്ടപ്പുറത്ത് മക്ബറിൽ ഇട്ടപ്പോ ലക്ഷ്യം എന്താ? അള്ളാഹ് കൂലി തരാനാ? ആണോ? അല്ല, വേറെ ഒരുത്തല്ല പ്രതീക്ഷിച്ചത്, വേറെ ഒരുത്തനെയാ ഭയപ്പെട്ടത്. അതാ മുഹയ്യിദ് ശൈഖ് പറഞ്ഞത്, കുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. ഇതിനാണ് അഭൗതികമായ പേടി എന്ന് പറഞ്ഞ. അങ്ങനെ നീ വല്ലതിനും പേടിച്ചാൽ എന്താണ്? അത് അതിന് ഇലാഹാക്കലാണ്. അതുകൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അതിനെതിരാ. അങ്ങനത്തെ ഇലാഹ് പാടില്ല. അതല്ലാണ്ട് ഞാൻ ആ മക്ബറയിലെ ശൈഖിനെ ഇലാഹാക്കിയിരിക്കുന്നു എന്ന് ഇന്ന തറവാട്ടിലെ മുഹമ്മദ് കുട്ടി ഒപ്പ് എന്ന് പറയലല്ല. മനസ്സിലായില്ലേ? ഇത് നോക്കൂ, നിങ്ങൾ ശൈഖ് പറയാ, ശൈഖിന്റെ വാക്ക് ശരിക്കും പഠിച്ചോളൂ. ശൈഖ് പിന്നെ പറയാണ്, ഖൽബുക ലാ യുവാഫിഖു ലിസാനക. നിന്റെ കൽബിലെ വിശ്വാസം നാവിനോട് യോജിക്കുന്നില്ല. കാരണം എന്താ? നീ നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, പക്ഷേ കൽബിൽ എന്താ? പലവരെയും പേടിയാണ്, പലവരുമാണ് വലുത്, പലവരെയും വലിയ ഇഷ്ടമാണ്. പല മഹാത്മാക്കളും പല മക്ബറുകളും പല ദർഗകളും ഇതൊക്കെ പച്ചയായ ശിർക, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്. ഇനി കേട്ടോ, ശൈഖ് പിന്നെ പറയാണ്, അതുകൊണ്ട് ഖുൽ, നീ പറയണം, അല്ലാഹു അക്ബർ അൽഫ മർറത്തിൻ ബിഖൽബിക. നിന്റെ കൽബ് കൊണ്ട് നീ അല്ലാഹു അക്ബർ 1000 തവണ പറയണം. വമർറത്തൻ ബിലിസാനിക, നാവ് കൊണ്ട് ഒരു തവണ പറഞ്ഞാ മതി. മനസ്സിൽ കുറെ വെച്ച് ചേർന്നിട്ട് നാവുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. അതുകൊണ്ട് നീ കൽബ് കൊണ്ട് ആദ്യം 1000 തവണ അല്ലാഹു അക്ബർ എന്ന് പറയണം. വമർറത്തൻ ബിലിസാനിക, നാവ് കൊണ്ട് ഒരു തവണ പറഞ്ഞാ മതി. എന്നിട്ട് ശൈഖിന്റെ ചോദ്യം കേട്ടോ, മാ തസ്തഹി, നിനക്ക് നാണമില്ലേ? നിനക്ക് നാണമില്ലേ? അൻതഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നാണമില്ലേ? അപ്പൊ ആരോടാ ചോദിക്കണത്? ജൂതനോടല്ല, ക്രിസ്ത്യാനിയോടല്ല, കാഫിറിനോടും അല്ല, മുസ്ലിങ്ങളോടും അല്ല, മുസ്ലിങ്ങളോട് തന്നെയാ. കാരണം പറയുന്നവരോടാണല്ലോ ചോദിക്കുന്നത്, ഞങ്ങളോടും അല്ല. കാരണം എന്താ? അടുത്ത വാക്കാതാണ്. എന്താ അദ്ദേഹം പറയണത്? നിനക്ക് നാണമില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ? വലക അൽഫു അൽഫു മഅബൂദ്, ആ അല്ലാഹ്ക്ക് പുറമെ ആയിരക്കണക്കിന് നിന്റെ മുമ്പിലുണ്ട് വിളിക്കാൻ, ആയിരക്കണക്കിന് നിന്റെ മുമ്പിലുണ്ട് ആരാധ്യ വസ്തുക്കൾ. പലവരും നീ വിളിക്കുന്നു, എന്നിട്ട് നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ? നാണമില്ലേ? ഇനി ശൈഖ് പറയാണ്, തുബ് ഇലല്ലാഹ്, അതുകൊണ്ട് നീ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. മിൻ ജമീഇ മാ അംത ഫീഹി, ഇപ്പോൾ നീ നിലകൊള്ളുന്ന വിശ്വാസമുണ്ടല്ലോ, നീ നിലകൊള്ളുന്ന ആദർശമുണ്ടല്ലോ, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ. എന്ത്? ഇലാഹാക്കിയാലേ അത് ആരാധനയാകുള്ളൂ, ഇലാഹാക്കിയാലേ കുഴപ്പമുള്ളൂ, ഇലാഹാണെന്ന് പറഞ്ഞാലേ ശിർക്ക് വരുള്ളൂ എന്ന വാദം ഒക്കെ ഉന്നയിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് പലരോടും പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും തവക്കുൽ ചെയ്യുന്നുണ്ട്, പലരും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അല്ലേ? ഹജ്ജിന് പോവുകയാണ്, അള്ളാഹുവിന്റെ മഹാ തൗഫീഖ് കിട്ടി. എന്താണ് ഹജ്ജിന് പോകാൻ തൗഫീഖ് കിട്ടിയ മനുഷ്യൻ ചെയ്യുന്നത്? അജ്മീറിലും അതേപോലെ തന്നെ നാഗൂറിലും ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും അങ്ങനെ കേരളത്തിന് പുറത്തുള്ള സകലമാന ദർഗകളിലും അതിനുശേഷം തിരുവനന്തപുരത്തും അവിടെ ഭീമാപ്പള്ളിയിലും അവിടെ നിന്ന് അങ്ങോട്ട് കടുവാപ്പള്ളിയിലും അങ്ങനെ വന്ന് നമ്മുടെ ഉപ്പള കുമ്പള വരെയുള്ള സകലമാന ദർഗകളും സന്ദർശിച്ചിട്ട് അവിടെയൊക്കെ പൈസ ഇടുക. ഇതിനാ മക്കത്ത് പോയിട്ട് അപകടമൊന്നും പറ്റാണ് തിരിച്ചു പോരാൻ. അതല്ലെങ്കിൽ പറയട്ടെ മുസ്ലിം സമൂഹം, ആരാധന കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട പഠിപ്പിക്കേണ്ടുന്ന പണ്ഡിതന്മാർ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, നമ്മൾ പിന്നെ ചുരുക്കൊന്നും വരൂല, എന്തു ചെയ്യാം? ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിലൂടെ അവർ സമൂഹത്തെ കൊണ്ടു നടത്തിയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. ഇലാഹാക്കിയാലേ ശിർക്കാവൂ എന്ന വാദം ഒരിക്കലും ഇസ്ലാമികമല്ല. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം കൂടി കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉഹുദ് മക്കം ഫത്ത് കഴിഞ്ഞ് ഹുനൈനിലേക്ക് പോവുക. അപ്പൊ ഇസ്ലാമിലേക്ക് അടുത്തു വന്ന സ്വഹാബികളാ. അവർ പറഞ്ഞു, അവിടെ ഒരു മരം കണ്ടു, ദാത്തു അൻവാദ്. പണ്ട് മുശ്രിക്കീങ്ങൾ ബർക്കത്തിനൊക്കെ വേണ്ടി വാള് കെട്ടി തൂക്കണ മര. അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്കും ഇതേപോലത്തെ ഒരു മരം തരുമോന്ന്.
ഞങ്ങൾക്ക് ഇതുപോലൊരു മരം തരുമോ? അപ്പൊ എന്താ പറഞ്ഞത്? പണ്ട് ബനൂ ഇസ്രായേലിന് മൂസാ നബിയോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഇലാഹിനെ തരുമോ ചോദിച്ച പോലെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. അവർ ഇലാഹ എന്ന് പറഞ്ഞോ? മരത്തെ ഇലാഹാക്കിയോ? അന്ന് സ്വഹാബികൾ മരത്തെ ഇലാഹാക്കിയോ? ഇല്ല. പക്ഷെ ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അത് ആ മരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക, ഗുണം. അപ്പോഴോ അത് ഇലാഹാക്കലായി. കണ്ടോ, ഇലാഹാക്കിയിരിക്കുന്നു എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഒന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ പോവുകയാണ്. ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു വന്ന് ആ സ്വഹാബി റസൂലിനോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹും നിങ്ങളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. റസൂൽ എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ റബ്ബിൽ സമ്മാക്കുകയാണോ? അദ്ദേഹം നബിനെ ഇലാഹാക്കിയോ? ഇല്ലല്ലോ. അല്ലാഹും റസൂലും ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താ പ്രശ്നം? എന്താണ്? മശീഅത്ത് റബ്ബിന്റെ മാത്രം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചത് ഈ ലോകത്ത് നടക്കുള്ളൂ. വേറെ ആർക്കും അവിടെ ഉദ്ദേശത്തിൽ പങ്കില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ മഴ പെയ്യും, അല്ലാഹു ഉദ്ദേശിച്ചാൽ വെയിൽ വരും, അല്ലാഹു ഉദ്ദേശിച്ചാൽ പലതും സംഭവിക്കും. അല്ലാഹും ഞാനും ഉദ്ദേശിച്ചത് പറയാൻ പാടുണ്ടോ? ഇല്ല. അല്ലാഹുവിൽ പങ്കുചേർക്കല. ഇത് സ്വഹാബി പറഞ്ഞു. ആരെ കുറിച്ച്? റസൂലിനെ കുറിച്ച്. മാഷാ അല്ലാഹു വശിഅത, നിങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. എന്താ റസൂൽ ചെയ്തത്? ഹദീസിൽ കാണാം, റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു, ദേഷ്യം വന്നിട്ട്, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ റബ്ബിന് സമമാക്കുകയാണോ? അപ്പൊ എന്തുണ്ടായി? അതാണ് ഇലാഹാക്കല്. അല്ലാഹുവിന് മാത്രം ഉണ്ടാകുന്ന മശീഅത്ത് റസൂലിലേക്ക് കൂടി ചേർത്തി വെച്ചു. റസൂലിന് അദ്ദേഹം നിങ്ങൾ ഇലാഹാകുന്നു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇബ്തഖദു അഹ്ബാറഹും അർബാബഹും റുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാഹ്. കണ്ടോ, പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആ നസാറാക്കൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ റബ്ബുകളാക്കി എന്ന് പറഞ്ഞു. കണ്ടോ, ഇലാഹാക്കി എന്ന് പറഞ്ഞു. പുരോഹിതന്മാരെ ഇലാഹാക്കി, റബ്ബാക്കി, പണ്ഡിതന്മാരെ റബ്ബാക്കി. അപ്പോ ഈ ആയത്തിറങ്ങിയപ്പോ മഹാനായ അദയ്യ് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുണ്ട്. അദ്ദേഹം പണ്ട് അതിലായിരുന്നു, എന്നിങ്ങോട്ട് വന്ന ആളാ. അദ്ദേഹം പറഞ്ഞു, റസൂലെ ഞങ്ങൾ പണ്ഡിതന്മാരെ ഇലാഹാക്കുന്നില്ലല്ലോ, ഞങ്ങൾ പണ്ഡിതന്മാരെ റബ്ബാക്കണില്ലല്ലോ. അപ്പോ മുഹമ്മദ് നബി തിരിച്ചു ചോദിച്ചു, ആ പണ്ഡിതന്മാർ അല്ലാഹ് ഹറാമാക്കിയ ഒരു സംഗതി ഹലാലാന്ന് പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കോ? അത് അംഗീകരിക്കാറുണ്ട്. അല്ലാഹ് ഹലാലാന്ന് പറഞ്ഞ ഒന്നിനെ പണ്ഡിതന്മാർ ഹറാം എന്ന് പറയുമ്പോ അല്ലാഹ് ഹറാം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ പണ്ഡിതന്മാർ ഹലാൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കലുണ്ടോ? അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് എന്നെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് മനസ്സിലായി? അല്ലാഹു തആല ശിർക്ക് എന്ന് പറഞ്ഞ, കുഫർ എന്ന് പറഞ്ഞ, ഹറാം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ ഹലാൽ എന്ന് ഇവിടെ ഒരുത്തം പറഞ്ഞാൽ ആ പറഞ്ഞവനെ അംഗീകരിച്ചാൽ അത് അവന് റബ്ബാക്കലാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരുന്ന് പഠിക്കേണ്ട സംഗതിയാണ്. അതിന്റെ എതിരായി വരുന്ന ആശയങ്ങളാണ് സംഗതി വിഷയങ്ങളൊക്കെ. അപ്പോ നമ്മുടെ തൗഹീദ് സമ്പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ കലിമത്ത് ഷഹാദത്ത് സഹോദരങ്ങളെ പരിപൂർണമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചേ പറ്റൂ. അതോടൊപ്പം രണ്ടാമത്തെ ഒരു ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾക്ക് സ്വർഗം നേടണോ? ലാ ഇലാഹ ഇല്ലല്ലാഹും വേണം, മുഹമ്മദ് റസൂലുള്ളാഹിയും വേണം. ഇത് രണ്ടും വരുമ്പോഴേ അവൻ പരിപൂർണ മുസ്ലിം എന്ന് അവനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യത്യസ്ത വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രഖ്യാപനം മാത്രമല്ല, അതൊരു വാക്കായി പറയാനുള്ളത് മാത്രമല്ല, മറിച്ച് ഒരുപാട് ആശയങ്ങൾ അവിടെ വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് പറഞ്ഞാലോ അവൻ മുസ്ലിം അല്ല. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ്. ഇനി വേറെ നബി വരുന്ന ഒരുത്തൻ പറഞ്ഞാലോ അവൻ മുസ്ലിം അല്ല. അവനെ സമൂഹത്തിൽ മുസ്ലിമായി കാണുന്നുണ്ടോ, ലോകത്ത് മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ, അത് നല്ല വിഷയം. ഇസ്ലാമിന്റെ ഭാഷയിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദ് മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം വേറെ നബി വരാനില്ല. അപ്പൊ ആ വിശ്വാസം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഭാഗമാണ്. അതേപോലെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. ആ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സംസാരമോ ഒരു പ്രകടനമോ ഒരു സമീപനമോ വിശ്വാസിയുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അപ്പോഴേ മുഹമ്മദുർ റസൂലുള്ളാഹി പൂർത്തിയാവുകയുള്ളൂ.
നാലാമത്തേത് ജീവിതത്തിൽ എല്ലാവരെക്കാളും വലുത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും, അല്ലാഹു തആല പറഞ്ഞല്ലോ, നിങ്ങളുടെ വാപ്പമാര്, നിങ്ങളുടെ ഉമ്മമാര്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ സന്താനങ്ങള്, നിങ്ങളുടെ കച്ചവട ചരക്കുകൾ, നിങ്ങളുടെ സമ്പാദന മാർഗങ്ങൾ, അവയെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാൾ നിങ്ങൾക്ക് അതിനോട് സ്നേഹം തോന്നിയാൽ, റസൂലിനേക്കാൾ നിങ്ങൾക്ക് ഈ വസ്തുക്കളോട് സ്നേഹം തോന്നിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അതുകൊണ്ട് ഏറ്റവും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. ഏറ്റവും വലുത് പ്രവാചകന്റെ നിർദ്ദേശങ്ങളായിരിക്കണം. ചില ആളുകളൊക്കെ ഈ ഇസ്ലാമിന്റെ പഠിപ്പിക്കപ്പെട്ട സംസ്കാരങ്ങൾക്ക് എതിരായി ചെയ്യാറുണ്ട്. അപ്പൊ താടി ക്ലിയർ ആയിട്ട് ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളുകൾ എന്നും ക്ലീൻ ഷേവ് ചെയ്യും. അത് പാടില്ല എന്ന് പറഞ്ഞാലോ, ഇത് പാടില്ല എന്ന് അറിയാഞ്ഞിട്ടല്ല, ഭാര്യക്ക് താടി ഇഷ്ടമല്ല. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യയുടെ ഇഷ്ടം അവിടെ വിഷയമല്ല. ഇതൊക്കെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യത്തിന് എതിര് വാപ്പ പറഞ്ഞാലും അംഗീകരിക്കപ്പെടാൻ പറ്റില്ല. പ്രവാചകൻ പഠിപ്പിച്ച വിഷയത്തിന് ഉമ്മ എതിര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെയാണോ ഭാര്യ? ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞ രംഗമുണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതുപോലെ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തിന് എതിരായി എത്ര വലിയ ആള് പറഞ്ഞാലും ആ ഒരു തീരുമാനം നമ്മൾ എടുത്തു നോക്കി, നിങ്ങൾ ഏത് വിഷയത്തിലും നമ്മൾ രക്ഷപ്പെടും. അത് ഉമ്മയോടുള്ള വെറുപ്പല്ല, വാപ്പയോടുള്ള വെറുപ്പല്ല, ഭാര്യയോടുള്ള വെറുപ്പല്ല, ആരോടുമുള്ള വെറുപ്പല്ല, ഉസ്താദിനോടുള്ള വെറുപ്പല്ല. നേരെ മറിച്ച് അവരെക്കാളൊക്കെ സ്നേഹം ആരോടാണ്? റസൂലിനോടാണ്. അതുകൊണ്ടാണ് വാപ്പയേക്കാൾ സ്നേഹം വേണം റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മയേക്കാൾ സ്നേഹം വേണം റസൂലിനോട്, ഭാര്യയേക്കാൾ സ്നേഹം വേണം റസൂലിനോട്. അപ്പോ ഈ ഒരു വിഷയത്തില് ഭാര്യന്റെ അഭിപ്രായം എങ്ങനെയാ? ഹദീസിൽ ഇങ്ങനെയാണുള്ളത്. എന്താ ചെയ്യേണ്ടത്? ഭാര്യയുടെ അഭിപ്രായം തൽക്കാലം മാറ്റിവെക്കുക. അതിനർത്ഥം ഭാര്യയോട് സ്നേഹം ഇല്ല എന്നല്ല, ഭാര്യയേക്കാൾ സ്നേഹം എനിക്ക് റസൂലിനോടാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. അത് കൽപ്പനയിലും അങ്ങനെ തന്നെയാണ്, നിരോധനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഹാ എന്ന് ഹദീസിൽ കാണാം. നഹാ നിരോധിച്ചിരിക്കുന്നു. ആ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പണി ലോകം മുഴുവൻ ചെയ്താലും പിന്നെ നല്ലതാവൂല. തലമുടി വെട്ടുന്നുണ്ടല്ലോ നിങ്ങള്, നടുഭാഗം മുടി നിർത്തി സൈഡുകൾ ചുരണ്ടിക്കളയുന്ന ഏർപ്പാട് ഖസ്അ എന്ന് പറയും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്അഇ, ഖസ്അഇനെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യണം? റസൂൽ നിരോധിച്ചു എന്ന് പറഞ്ഞ സമീപനം സ്വീകരിക്കാൻ പാടില്ല. അത് ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയാണ്, നാട്ടിലെല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. എന്നാൽ നമുക്കെന്താ? നമ്മുടെ സ്നേഹം ആരോട്? മുഹമ്മദുൻ റസൂലുള്ളാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ കൽപ്പനകൾ, ആ കൽപ്പനകളെ എതിർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിരോധനങ്ങൾ അതിനെതിരെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സമീപനം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആ പ്രഖ്യാപനത്തിന്റെ ഒരു ആശയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ അപൂർണതയെ അറിയിക്കുന്നു. നമ്മൾ ആ വാക്ക് പറഞ്ഞത് സത്യസന്ധതയോട് കൂടിയാണെങ്കിൽ എനിക്ക് എല്ലാ വിഷയത്തിലും എന്റെ നബിയുടെ കൽപ്പന കഴിഞ്ഞിട്ടേ അപ്പുറമുള്ളൂ. ഇതൊക്കെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ ആവശ്യമായ കുറെ മര്യാദകൾ, കുറെ നിയമങ്ങൾ, കുറെ ചട്ടങ്ങൾ, കുറെ വ്യവസ്ഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അത് സ്വന്തം ഇച്ഛപ്രകാരം പറഞ്ഞതല്ല, അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ചതാണ്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. കുടുംബരംഗത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ? മാതൃകയുണ്ട്. യുദ്ധക്കളത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ? മാതൃകയുണ്ട്. അധ്യാപന രംഗത്ത് ഏറ്റവും നല്ല അധ്യാപകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൻ റസൂലുള്ളാഹ്. എല്ലാ വിഷയങ്ങളിലും നമസ്കാരത്തിലും, നോമ്പിലും, സൽക്കർമ്മങ്ങളിലും, അയൽവാസി ബന്ധങ്ങളിലും, കുടുംബ ജീവിതത്തിലും, മക്കളെ വളർത്തുന്നിടത്തും, ബഹുഭാര്യത്വം, ഭാര്യമാരെ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വളരെ കൃത്യമായ മാതൃകയുണ്ട്. ഇതൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഭാഗമാണ്. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലുത് റസൂലായിരിക്കണം.
ഏറ്റവും സ്നേഹം റസൂലിനോടായിരിക്കണം. നമ്മൾ സ്വീകരിക്കുന്ന കൽപ്പനകൾ റസൂലിൻ്റെതായിരിക്കണം. പ്രവാചകന്റെ നിരോധനങ്ങൾ ഒഴിവാക്കണം എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ അതിനെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. അത് ശരിയല്ല എന്ന് പറയരുത്. പ്രവാചകനും പഠിപ്പിച്ച ഹദീസുകൾ, പ്രവാചകനും പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ, പ്രവാചകനും പഠിപ്പിച്ച വചനങ്ങൾ അത് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ വചനങ്ങൾ ഇത് ബുദ്ധിക്കെതിരാണ് എന്ന് പറയാൻ പാടില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാ. സ്വഹീഹാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഹദീസുകളും പ്രവാചകന്റെ വചനങ്ങളും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ന്യായവും എന്ന കാരണവും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസുകൾ നമ്മൾ തള്ളാൻ പാടില്ല. പിന്നെ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അർത്ഥമല്ലല്ലോ. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا. الله إذا പറഞ്ഞിരിക്കുന്നു, റസൂൽ ഇദാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ أن يقولوا سمعنا وأطعنا, ഞാൻ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവനായിരിക്കണം വിശ്വാസി. അതിന്റെ അപ്പുറം ഇത് കാലഘട്ടത്തിന്റെ ഈ എന്താ പറയുക കുതിപ്പുകൾക്ക് എതിരാണ്. റസൂലിന്റെ ഈ വാക്ക് ഇവിടെ അനുയോജ്യമല്ല, ഇത് ബുദ്ധിക്കെതിരാണ്, ഇത് ചിന്തകൾക്ക് അപ്പുറമാണ്, എതിരാണ്, ഇത് യുക്തിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന തള്ളുന്ന സമീപനം ഒരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുവാൻ പാടില്ല. അത് ഇപ്പോഴത്തെ വലിയൊരു ദുരന്തമാണ്. ഒരു ഹദീസ് കിട്ടിയാൽ അപ്പ ആലോചിക്കാം അത് ബുദ്ധിക്കെതിരാണോ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാ ചില ആളുകൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിലൂടെ. ചില ആളുകളുണ്ട്, അവർ പറയുന്നു യഖൂലൂന ആമന്നാ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നെ അതാ ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നു, അവർ മുഅ്മിനുകളല്ല എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെ പ്രവാചകൻ പറഞ്ഞ ചില കാര്യങ്ങൾ വരുമ്പോ അവർ പതുക്കെ പിൻവലിഞ്ഞു പോവുകയാണ്. അതൊരു വലിയ രോഗമാണ് സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടുപിടിച്ച വലിയൊരു ആയുധമാണ്. എന്താണെന്നറിയോ? പ്രവാചകന്റെ ഹദീസുകളെ മുമ്പിലിട്ട് കൊടുത്തിട്ട് ഈ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുമോ, ഈ ഹദീസ് നിങ്ങൾ വിശ്വസിക്കുമോ, ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സംശയം ഉണ്ടാക്കാവുന്ന രൂപത്തിൽ അവതരിപ്പിച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ മാറ്റി, ചിലപ്പോൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മുഖവിലക്കെടുക്കാതെ അടർത്തിയെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പകുതിയും മുക്കാലുമായി അവതരിപ്പിച്ചുകൊണ്ട് ചില ആളുകളെ നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കള് ഖുർആൻ വേണ്ടാന്ന് പറഞ്ഞ ആരും അംഗീകരിക്കൂല, മുസ്ലിമായി ജീവിക്കണ്ടെന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കൂല. അപ്പൊ അവര് കണ്ടുപിടിച്ച തന്ത്രമാണെന്ത്, നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ഹദീസുകളിലേക്ക് വരിക. അതുകൊണ്ടാ പണ്ട് പണ്ഡിതന്മാര് പറഞ്ഞതെന്നറിയോ, ഹദീസ് എന്ന് പറഞ്ഞാൽ സഫീനത്തു നൂഹ് നബിന്റെ കപ്പലാ. ഹദീസ് നൂഹ് നബിന്റെ കപ്പലാണ്. ആരെങ്കിലും അതിൽ കയറിയാ രക്ഷപ്പെട്ടു എന്നാ. അത് ഓരോ ന്യായം പറഞ്ഞ് ബുദ്ധിയും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാലോ അപകടത്തിലാവും. നൂഹ് നബിന്റെ കപ്പലാണ് ഹദീസ് എന്ന് പറയാൻ നല്ല കാരണമുണ്ട്. മകനോട് പറയാം, മോനെ കപ്പൽ കയറിക്കോ. അപ്പോ എന്താ മകൻ പറഞ്ഞത്? ഞാൻ വല്ല മലന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. അങ്ങനെയല്ലേ? അത് യുക്തി പറഞ്ഞതാ. നൂഹ് നബി പറഞ്ഞ എന്താണ്? ഇന്ന് നിന്നെ രക്ഷിക്കുന്ന ആരുമില്ല, മിന്നമ്രില്ല അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന്. അത് വഹ്യാ. ഒന്ന് വഹ്യാണ്, മറ്റൊന്ന് യുക്തിയാണ്. കപ്പലിൽ കയറിക്കോ മോനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ രക്ഷപ്പെട്ടോളാം മലമുകളിൽ കയറിയിട്ട്, അത് അവന്റെ ബുദ്ധിയാണ്. എന്താ നൂഹ് നബി പറഞ്ഞതോ? അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ല, വേണമെങ്കിൽ കയറിക്കോ. അത് വഹ്യാണ്. ഒരു ഭാഗത്ത് വഹി, ഒരു ഭാഗത്ത് ബുദ്ധി. എന്താ സംഭവിച്ചത്? ബുദ്ധിയുടെ പിന്നാലെ പോയവൻ തകർന്നു, മുങ്ങി മരിച്ചു. അവസാനം നൂഹ് നബി ആ മകന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. അതാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പല. കയറിയവൻ രക്ഷപ്പെട്ടു. ഇന്ന് എന്താ അവസ്ഥ? ഹദീസുകളെ കിട്ടുമ്പോ അത് ബുദ്ധിക്കെതിരാണ്. സഹോദരങ്ങളെ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് പരാമർശം, പല അത്ഭുതങ്ങൾ പറയുന്ന സംഗതികൾ കാണാം. നമ്മളത് ബുദ്ധിക്കെതിരെ നമ്മൾ ആരും തള്ളാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കള് ഖുർആൻ എന്ന് പറഞ്ഞ ആരും എതിർക്കാൻ പോകില്ല. അവ ഹദീസുകളിലേക്ക് അല്പാൽപമായി ഇട്ടുകൊടുത്ത് അങ്ങനെ നിഷേധിച്ച് അവസാനം തോന്നും തന്നെപ്പ ഖുർആനും പറഞ്ഞത്, അപ്പൊ അതും ബുദ്ധിക്കെതിരെ തന്നെയല്ലേ. അങ്ങനെ അതുകൂടി നിഷേധിക്കുന്ന ദുരന്ത വ്യാപകമായ ഒരു വിപത്താണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. ചിലപ്പം പറയേണ്ടത് ഖുർആനെതിരാണ് ചില ആളുകൾ. അതിന്റെ അർത്ഥം അവന് ഖുർആന്റെ ആയത്തും കണ്ടിട്ടില്ല, ഹദീസും കണ്ടിട്ടില്ല. ഖുർആനിന്റെ ഒരായത്തും സ്വഹീഹായ ഹദീസിന് ഒരിക്കലും എതിരാവുകയില്ല. അൽ അഖ്ലു സരീഹു
ലാ യുഖാലിഫുൽ അൽ ഹദീസ് സ്വഹീഹാന ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഒരുത്തന്റെ ബുദ്ധി ശരിയാണെങ്കിൽ, ഒരു ബുദ്ധിക്ക് തകരാറില്ലെങ്കിൽ സ്വഹീഹായ ഹദീസിനോട് അവന്റെ ബുദ്ധി ഒരിക്കലും എതിരാവൂല. ഇനി ഒരുത്തൻ പറയാണ് ഈ ഹദീസ് എന്റെ ബുദ്ധിക്ക് എതിരാന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്. ഇബ്നു തൈമിയ പറയാം അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്. അവൻ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവനാണോ? പറഞ്ഞോ, പ്രവാചകൻ പറഞ്ഞു അൽഹംദുലില്ലാ സമിഅനാ വ അത്വഅനാ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെയും പറയാം, അത് ചില ഉദാഹരണമൊക്കെ എടുത്ത് വ്യാപകമായിട്ട് ബുദ്ധിക്കെതിരെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. വിശുദ്ധ ഖുർആനിലെ ഒരു സംഭവം ഞാൻ പറയട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിക്കുക, അല്ലാഹുവേ കൈഫ തുഹീൽ മൗത, നീ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക? അപ്പൊ അള്ളാഹ് തിരിച്ചു ചോദിക്കുകയാണ്, അവലം തൂമിൻ, എന്താ ഇബ്രാഹിം എന്നതിലേക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഇബ്രാഹിം നബി തിരിച്ചു പറയാണ്, വിശ്വാസമുണ്ട്, പക്ഷേ എന്റെ മനസ്സിന് സമാധാനം നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹദീസാണെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാകുക? ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ളാഹിയായ ഇബ്രാഹിം നബി, അമ്പിയാക്കളുടെ അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വാറോലകൾ നമുക്ക് വേണ്ട. അങ്ങനെയല്ലേ പറയാ? ഇത് ഖുർആനായത് നമ്മുടെ അൽഹംദുലില്ലാഹ് എന്നാ പറയുന്നത്. അതിന് മറുപടി പറയണ്ടല്ലോ. കാരണം ഇത് ഖുർആൻ പറഞ്ഞതാ. നിനക്ക് വിശ്വാസമില്ല ഇബ്രാഹിമേ. അപ്പൊ ഇബ്രാഹിം നബി പറയാ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒന്നുകൂടി എനിക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ അല്ലാഹ് പറയാ, ഖുദ് അർബഅത മിനത് ത്വയ്ർ, 4 പക്ഷികളെ പിടിച്ചോ, അതിങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ട് ആ കാണുന്ന ഒരു മലന്റെ മുകളിൽ ഒരു കഷ്ണം, ഈ മലന്റെ മുകളിൽ ഇങ്ങനെ 4 ഭാഗത്തും കൊണ്ടുപോയി വെച്ചോ. എന്നിട്ട് വിളിച്ചോ, അതിങ്ങനെ ഓടി വരുന്നത് കാണാം. ഇബ്രാഹിം നബി ഇങ്ങനെ അതേപോലെ പക്ഷിനെ പിടിച്ച് മുറിച്ച് കഷ്ണാക്കിയിട്ട് ഓരോ മലന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് വിളിച്ചാ പണ്ട് അവിടുന്ന് തല, ഇവിടുന്ന് ചിറക്, ഇവിടുന്ന് കൈ, ഇവിടുന്ന് കാല്, ഇതൊക്കെ പാടെ കൂടി വന്നിട്ട് പക്ഷിയായിട്ട് പാറി ഇബ്രാഹിം നബിന്റെ മുമ്പിൽ വന്ന് അല്ലാഹ് പറയാ, ഇങ്ങനെയാ മരിച്ചവരെ ജീവിപ്പിക്കുക. ഇത് ഹദീസിലാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാകുക? ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് യോജിപ്പിച്ച് പറഞ്ഞാണ് നമ്മള്. ഞാൻ അതിന്റെ അർത്ഥം ഖുർആന്റെ ബുദ്ധിക്കെതിരുണ്ട് എന്നല്ല, നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന സംഗതികൾ അവിടെ വരുന്നുണ്ട്. അതന്നെ ഹദീസിലേ ഉള്ളൂ. ബനൂ ഇസ്രായേലിലെ ഒരാള് മറ്റൊരാളെ കൊല്ലപ്പെട്ട ആൾ അവിടെ ഉണ്ട്. ആരാ കൊന്നെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ഒഴിഞ്ഞു മാറി, ഞാനല്ല. എന്താ ഇന്നത്തെ പോലെ ഔലിയാക്കന്മാര് പറഞ്ഞില്ല, എന്നാ പിന്നെ പറയാൻ വകുപ്പുണ്ടായിരുന്നു, അതുമില്ല. അപ്പോ അല്ലാഹു തആല ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞു. അതാ സൂറത്തുൽ ബഖറ. പശുവിനെ അറക്കാൻ പറയാണ്. എന്നിട്ടോ പശുവിനെ അറുത്തിട്ട് ആ പശുവിനെ മുറിച്ചെടുത്ത് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് മരിച്ചു കിടക്കണവനെ എറിയാ കൽപ്പിച്ചു. പശുവിന്റെ മാംസകഷ്ണം മുറിച്ചെടുത്ത് മരിച്ചു കിടക്കണവനെ എറിഞ്ഞപ്പോ അവ എണീറ്റു. മരിച്ചവൻ എണീക്കാം. എന്നിട്ട് പറയാണ്, ഇന്ന ആളാണ് എന്നെ കൊന്നത്. അവൻ വീണ്ടും മരിച്ചു. അല്ലാഹ് പറയാ, അങ്ങനെ മരിച്ചവരെ നമ്മൾ ജീവിപ്പിക്കുക, കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ? ഇത് നമ്മുടെ ബുദ്ധിക്ക് എങ്ങനെ യോജിക്കുക? അപ്പൊ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഹദീസിനെ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ ഖുർആനിലും. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നവരാണോ ഒരു കാരണം പറഞ്ഞുകൊണ്ടും പ്രവാചകന്റെ വചനങ്ങളെ തള്ളിക്കളയാൻ പാടില്ല. അത് വലിയ ദുരന്തമാണ്. ഖുർആനിനെ പോലും ഒരു കാലത്ത് തള്ളാൻ അത് കാരണമായി തീരും. ഇനി വേറെ ചില ആളുകളുണ്ട്, എന്താണെന്നറിയോ? ഞങ്ങൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ, ഹദീസിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ടീമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. അവരും പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി. ഇസ്ലാം അല്ല അത്, മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുകയും ആ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മുഖ്തനയാത്തുകൾ, അതിന്റെ അനിവാര്യതകൾ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴേ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആൻ സ്വീകരിക്കും, ഹദീസ് സ്വീകരിക്കൂല. അതന്നെ വലിയ വിവരക്കട. ഖുർആൻ സ്വീകരിക്കും, ഹദീസ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ വലിയ വിവരക്കടാണ്. കാരണം എന്താ? അല്ലാഹ് പറയാ ഖുർആനിൽ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ അനുസരിക്കണം. അപ്പോഴോ ഖുർആൻ പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കണം. എങ്ങനെ നമസ്കരിക്കേണ്ടത്? എങ്ങനെ നമസ്കരിക്കണം? കൈ പൊന്തിക്കണോ? കൈ കെട്ടണോ? അതെങ്ങനെ നിൽക്കണോ? കൈ പൊന്തിക്കുമ്പോ എന്താ ചൊല്ലണ്ട്? കെട്ടിക്കഴിഞ്ഞാൽ എന്താ ചൊല്ലേണ്ടത്? റുകൂഇൽ എന്താ? സുജൂദിൽ എന്താ? എവിടുന്ന് ഖുർആൻ പറഞ്ഞു നമസ്കരിക്കണം എന്ന ഖുർആന്റെ കൽപ്പന പരിപൂർണമാകണമെങ്കിൽ എന്ത് വേണം? മുഹമ്മദുൻ റസൂലുള്ളാഹ്. അതാ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി.
മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നു, പക്ഷേ അതിന് ആശയവുമായിട്ട് ബന്ധപ്പെടുന്നില്ല, അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഒന്നും വേണ്ട, ഞാൻ ഏറെ ചിന്തിക്കാൻ പറ്റിയ ഉദാഹരണം പറഞ്ഞു തരട്ടെ. പ്രവാചകന്റെ ഹദീസുകളെ സ്വീകരിക്കണ്ട എന്ന് പറയുന്ന, അത് തെളിവല്ല മതത്തിൽ, ഹദീസ് തെളിവല്ല, ഖുർആൻ മാത്രമാ തെളിവ് എന്ന് പറയുന്ന ആളുകൾക്ക് ഖുർആൻ ഓതാൻ ഒരു വകുപ്പുമില്ല. അവരെങ്ങനെ ഖുർആൻ അംഗീകരിക്കുക? അവരെങ്ങനെ ഖുർആൻ അംഗീകരിക്കുക? ആദ്യം അലിഫ് ലാം മീം, അല്ലേ? അലിഫും ലാമും മീമും, അലിഫ് ലാം മീം. ഈ അലിഫും ലാമും മീമും വേറെ സ്ഥലത്തും ഇല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക, അവിടെ ഉണ്ട് അലിഫും ലാമും മീമും. എന്തുകൊണ്ട് അവിടെ അലിഫ് ലാം മീം നോദിയത്? എന്തുകൊണ്ട് അവിടെ അലം തറ നോദിയത്? അതാരെ പഠിപ്പിച്ചെന്ന്? എന്തുകൊണ്ടാണ് ഇവിടെ അലിഫ് ലാം മീം എന്നോദിയത്? എന്തുകൊണ്ടാണ് അവിടെ അലം നശ്റഹ് എന്ന് അലം എന്നോദിയത്? അതിന്റെ കാരണം അത് ഹദീസിലുണ്ട്. ഇവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം എന്നാണ്, അവിടെ ഓതേണ്ടത് അലം തറ എന്ന് അലം എന്നാണ്. ഖുർആൻ ഓതണമെങ്കിൽ എന്ത് വേണം? ഹദീസ് വേണം. ഖുർആൻ ഓതണമെങ്കിൽ ഹദീസ് വേണം. മാത്രമല്ല, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ലേ? അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവസാനം ഇറങ്ങിയ ആയത്ത്. ഇന്ന് ഖുർആൻ എടുത്താൽ ഒന്നാമത്തെ കാണുന്ന സൂറത്ത് ഏതാ? ഏതാ? ഫാത്തിഹയാണല്ലോ. അവസാനം കാണുന്നതോ റബ്ബിന്നാസ്. അതെങ്ങനെയാ? അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത് തെളിവാകുക? കാരണം ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്, പിന്നെ അവസാനം ഇറങ്ങിയത് പിന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്താണ്. ഖുർആനിൽ അത് എവിടെയോ വേറെ സ്ഥലത്താണ് കാണുന്നത്. അപ്പൊ ഈ ഖുർആൻ എങ്ങനെ അംഗീകരിക്കുക? ഇതിനെന്താ തെളിവ്? അൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങാൻ. പിന്നെ സൂറത്തുൽ ബഖറ ഉള്ളതില് ഇഖ്റ ബിസ്മി ആദ്യം ഇറങ്ങി, പിന്നെ യാ അയ്യുഹൽ മുസമ്മിൽ ഇറങ്ങി, പിന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇറങ്ങി. ഇതൊക്കെ ഖുർആനിൽ എവിടെ കിടക്കുന്നത്? എറണാകുളത്ത് ഒരു മുഖാമുഖത്തിന് പോയപ്പോ ഹദീസുമായി ബന്ധപ്പെട്ടാണ് വിഷയം. ചോദ്യം ചോദിക്കാൻ വന്നു. ചോദ്യം എന്താണെന്നറിയോ? എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഖുർആൻ കൊണ്ട് മറുപടി പറയണം, ഹദീസ് കൊണ്ട് മറുപടി പറയരുത്. കാരണം ഞാൻ ഹദീസ് സ്വീകരിക്കാത്ത ആളാണ്. ഖുർആൻ കൊണ്ട് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ ചോദിച്ചു, അങ്ങോട്ടൊരു ചോദ്യം, ഏത് ഖുർആൻ കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. ഏത് ഖുർആൻ കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സംശയം എന്താ, നമ്മളൊക്കെ ഓതുന്ന ഖുർആൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളെ ഖുർആനാണ്. കാരണം അവിടെ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ ഇരിക്കണം, പിന്നെ ബഖറ ഇരിക്കണം, ഇന്നോടത്ത് ഇന്ന പോലെ ഓതണം എന്നൊക്കെ വന്ന് ഹദീസിലെ വന്നത്. നിങ്ങൾ പറഞ്ഞ ഖുർആൻ ഏതാ? കാരണം ഖുർആനിൽ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്, പിന്നെ ഇറങ്ങിയത് ഇന്ന സൂറത്താണ്. അതേപോലെ ഇന്നോടത്ത് ഇന്നത് ഓതണൊക്കെ അത് നിങ്ങൾ എവിടുന്ന കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ബോധ്യപ്പെട്ടു അത് ഇല്ലാണ്ടത് ശരിയാവൂല. പിന്നെ ചോദ്യത്തിലേക്ക് കടന്നത്, ഖുർആൻ ഹദീസ് സ്വീകരിക്കാതെ ഖുർആൻ ഓതാൻ തന്നെ പറ്റൂല. ഇതൊന്നും ചിന്തിക്കാറില്ല പല ആളുകളും. അപ്പൊ ഏതായാലും സഹോദരങ്ങളെ, വലിയ അപകടമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ ദഅവത്തിനും തൗഹീദിനുമായി നടന്നിരുന്ന ആളുകൾ തന്നെ ഈ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലേഖനം വന്നു. 25 ഹദീസുകൾ കൊടുത്തിട്ട് ചോദിക്കുക, ഈ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുമോ? 25 ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ, കിതാബുകളുടെ വരികൾ ഇങ്ങനെ മുറിച്ചു മാറ്റിയിട്ട് ആദ്യത്തെ പേജിൽ ഒരു കഷ്ണം, പേജിന്റെ അവസാനത്തെ ഒരു കഷ്ണം, എല്ലായിടത്തും തട്ടിപ്പുകൾ നടത്തിയിട്ട് 25ഓളം ഹദീസുകളെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ലേഖനാക്കിക്കുക, ഈ 25 ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുമോ? അതിന് മറുപടി പോലും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്രക്ക് അപകടം. ആര്? ചേകനൂരും കൂട്ടറൊന്നല്ല, മുസ്ലിം സമൂഹത്തിലെ തൗഹീദിനും സുന്നത്തിനും വേണ്ടി നടക്കുന്ന ആളുകൾ. അതാണ് അപകടം. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ സ്വീകരിക്കുക. അത് ബുദ്ധിക്കെതിരാണ്, ഖുർആനെതിരാണ്, യുക്തിക്കെതിരാണ്, നാടിനെതിരാണ് എന്ന് പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആളുകൾക്ക് പാടില്ല. അടുത്തത് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ടോ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പുതിയത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബിദ്അത്തുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. എങ്ങനത്തെ പ്രവാചകൻ? ആ പ്രവാചകനിലൂടെയാണ് ദീൻ പരിപൂർണമാക്കപ്പെട്ടത്.
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അവ പൂർത്തിയാക്കപ്പെട്ട മതത്തിലേക്ക് പുതിയതായി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവർ ചെയ്യേണ്ടത്. ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഇതും നല്ലതാണ്, അതും നല്ലതാണ്, ഇതും പുണ്യമാണ്, ഇതും പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ടുവന്നാൽ അത് മജ്ലിസുൻ നൂർ ആണെങ്കിലും ശരിയും, മഹദറത്തുൽ ബദ്രി ആണെങ്കിലും ശരിയും, മങ്കൂസ് ആണെങ്കിലും ശരിയും, ശറഫുൽ അനാം ആണെങ്കിലും ശരിയും, ഖുതുബിയത്ത് ആണെങ്കിലും ശരിയും, മുഹയ്യബ്ദീമാല ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരിയും, അതെല്ലാം 10 കൊല്ലം മുമ്പേ, 20 കൊല്ലം മുമ്പേ, 100 കൊല്ലം മുമ്പേ, 200 കൊല്ലം മുമ്പേ, 300 കൊല്ലം മുമ്പേ, ഏറിയാൽ മേൽപോട്ട് പോയാൽ ഇമാം ബൂസീരിയുടെ ബുർദ 700 കൊല്ലം മുമ്പേ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൊണ്ടുവന്നിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. അമ്പിയാക്കന്മാരിന് ഇസ്ലാമുമായി വന്നിട്ട് കൊല്ലങ്ങൾ കുറേയായി. മുഹമ്മദ് നബി ഇസ്ലാം പഠിപ്പിച്ചത് 1500 കൊല്ലം കഴിഞ്ഞു. ഇന്ന് നമ്മുടെ നാടുകളിൽ പുണ്യം കിട്ടാൻ മഹത്വമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലപ്പെടുന്ന പല കൃതികളുമുണ്ട്. എല്ലാം ബിദ്അത്തുകളാണ്. അതിനുള്ളിലേക്ക് കയറിയാലോ ചൊല്ലുന്നത് ശിർക്കുമാണ്. സുന്നത്തിനെതിരെ പ്രവർത്തിച്ചാൽ ശിർക്ക് വരും. സുന്നത്തിൽ നിന്നാൽ തൗഹീദേ ഉള്ളൂ. ബിദ്അത്തുകളിലേക്ക് കയറിയാലോ ശിർക്കും കടന്നു വരും. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയതും ചെയ്യാൻ പാടില്ല. ഉറങ്ങാൻ സന്ദർഭത്തിൽ ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വനബിയിക്കല്ലദി അർസൽത എന്ന് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ വനബിയിക്കക്ക് പകരം അറിയാണ്ടേ റസൂലിക്ക എന്ന് മാറി പറഞ്ഞപ്പോൾ പറ്റുകയില്ല, ഞാൻ നബിയിക്ക എന്ന് പഠിപ്പിച്ചാൽ അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മതത്തിൽ നമ്മുടെ വകയായിക്കൊണ്ട് എന്നത് ചൊല്ലിയാൽ അതിന് ഇത്ര പ്രതിഫലം. നിഫായറാത്തിയപ്പെടുത്താൽ അല്ല ഇല്ല 303, ഇല്ല ഇല്ല 303. ജലാലിയാറാത്തിയപ്പെടുത്താല് ഹൂ ഹൂ ഹയ്യുൻ 100, ഹൂ തൂ ഹക്കുൻ തൂ ഹക്കുൻ 100. ഇങ്ങനെ ഇല്ലാത്ത കുറെ കള്ളദിക്റുകള്, ഇല്ലാത്ത കുറെ എണ്ണങ്ങള്, അതൊക്കെ ആരോ കെട്ടിയുണ്ടാക്കിയതാം. ഇസ്ലാമിന് അതുമായി ബന്ധമില്ല. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ വചനം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടോ എന്ന് പരിശോധിക്കുക. ഇന്ന് ഒരുപാട് ബിദ്അത്തുകൾ കടന്നു വന്നു അല്ലേ? ഇപ്പോ 10 കൊല്ലം മുമ്പാണ് മുഹയ്യബ്ദീമാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ചത്. എന്താ 400-ാം വാർഷികം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് അതില്ല എന്നല്ലേ? ആ മുഹയ്യബ്ദീമാല ചൊല്ലിയാൽ കടം വീടും, റിസ്ക് മുറിയൂല, പ്രയാസങ്ങൾ നീങ്ങും, അതേപോലെ ആഫിയത്തും സൗഖ്യവും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ വക പുണ്യവും പ്രതിഫലവും പറയുമ്പോൾ അത് ചൊല്ലാൻ വേണ്ടി ആളുകൾ സമയം ഉപയോഗിക്കുക, പണം ഉപയോഗിക്കുക. ഇത് റസൂലിന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല. ഇങ്ങനത്തെ മാലകളോ മൗലീദുകളോ മദ്ഹെന്ന പേര് പറഞ്ഞുകൊണ്ട് മഹാത്മാക്കൾ അമിതമായി പുകഴ്ത്തി പറയുന്ന, പുകഴ്ത്തലിൽ അതിരുകവിയുന്ന, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന മാലകളും മൗലിദുകളും അതിന്റെ സദസ്സുകള്. ഇനി അടുത്ത സീസൺ മുഴുവൻ അതല്ലേ? ബുർദ മജ്ലിസും ജീലാനി റാത്തീബും അതേപോലെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ മൗലിദും അങ്ങനെ പലതും മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലുണ്ട്. അവർക്ക് ഖുർആന്റെ ആശയം അറിയില്ല, ഹദീസുകൾ അവർ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചില്ല. എന്താണ് ശരിയായ ഇത്തിബാ, എന്താ ശരിയായ സ്നേഹം, എന്താണ് പരലോകം, എങ്ങനെയാ പ്രവാചകന്മാരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാ മഹാത്മാക്കളെ ബഹുമാനിക്കേണ്ടത്, അതൊന്നും പഠിക്കാതെ ഇത്തരം ചിർക്കൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളുള്ള മാല കിതാബുകൾ പാടിയാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിം സമൂഹം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവരാണ്. അതിൽ നിന്ന് മാറണം. നമ്മുടെ വകയായി ദീനിലേക്ക് ഒന്നും കൊണ്ടുവരാനും അനുവാദമില്ല. അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് എന്താ? ദീന് ഞാൻ പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ ദീനിൽ നമ്മൾ നിൽക്കണം. കാരണം മുഹമ്മദ് നബിയിലൂടെയാണ് അത് പൂർത്തിയാക്കിയത്. ഓരോ സന്ദർഭങ്ങളും വരുമ്പോൾ പ്രത്യേകമായ ഇബാദത്തുകൾ, റജബ് മാസത്തിലെ പ്രത്യേകമായ റഗായിബ് നമസ്കാരം, ശഅബാൻ മാസത്തിലെ പ്രത്യേകമായ 3 റക്അത്ത് ബറാത്ത് രാവിലെ നമസ്കാരം, അങ്ങനെ എത്രയോ പുതിയ പുതിയ കാര്യങ്ങൾ. ഖുതുബിയത്ത് ഓതുമ്പോൾ അതിന് മുമ്പായി കൊണ്ടൊരു 12 റക്അത്ത് നമസ്കാരം, രാത്രി മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ വേണ്ടി സെഹരിയുടെ സമയത്ത് എണീറ്റുകൊണ്ട് ഒരു വേറെ 2 റക്അത്ത് നമസ്കാരം, ഇങ്ങനെ നമസ്കാരം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പലതും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. നല്ലതല്ലേ എന്ന് ചിലർ ചോദിക്കും. നല്ലതല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കാത്തതും ഒരിക്കലും നല്ലതാവുകയില്ല. ഇത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാലും ഒരു വ്യക്തിയുടെ നല്ല
നല്ലതല്ലേ എന്ന ചോദ്യം കൊണ്ടോ തോന്നൽ കൊണ്ടോ ഒരിക്കലും ഇസ്ലാം ആവുകയില്ല. അങ്ങനെയാണെങ്കിലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ നാളെ ചെയ്യാൻ പറ്റും. നാളെ പുതിയത് തുടങ്ങുക, നല്ലതല്ലേ. വേറെ ഒരാൾക്ക് തോന്നുക നല്ലതല്ലേ, അവനും തുടങ്ങുക. വേറൊരാൾക്ക് തോന്നുക നല്ലതല്ലേ, അങ്ങനെ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ അവസാനം ഇസ്ലാമിൽ എന്താ ഉണ്ടാകുക? പിന്നെ എന്തിനാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? എന്തിനാ അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചത്? പൗരോഹിത്യം ഓരോ കാലഘട്ടങ്ങളിലും ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിലൂടെ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നല്ലതല്ലേ ചെയ്യുന്നത് എന്ന ധാരണയോടുകൂടി പല ആളുകളും പലതും ചെയ്യുന്നു. അവർ പരലോകത്ത് വലിയ നഷ്ടത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് നഷ്ടകാരികളാകരുത്. ചെയ്തിട്ട് പണിക്ക് പ്രതിഫലമില്ലാതെ പോകരുത്. അധ്വാനം വെറുതെയാകുക, പണം വെറുതെയാകുക, ഊർജം വെറുതെയാകുക, ഉയർപ്പ് വെറുതെയാകുക, സമയം വെറുതെയാകുക. പരലോകത്തേക്ക് എത്തിയിട്ടോ ഈ ലോകത്ത് സുന്നത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യേണ്ട സമയത്താണ് ആ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വേറൊരു മടക്കം ദുനിയാവിലേക്ക് സുന്നത്ത് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റില്ല. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതിനപ്പുറം പുതിയതായി ഒന്നും കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ല. പണ്ഡിതന്മാര് പഠിപ്പിച്ചു, സ്വഹാബികൾ പഠിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വഇൻ റആഹന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണെന്ന് പറഞ്ഞാലും. ഇബ്നു ഉമർ പറയാ, മബ്തുദിഅത്ത് ബിദ്അത്തുൻ, ഒരു ബിദ്അത്ത് കടന്നു വന്നാൽ ഇല്ലാ റുഫിഅ മിസ്ലുഹാ മിനസ് സുന്ന, തത്തുല്യമായ സുന്നത്ത് പോകാതിരിക്കുകയില്ല. കഴിഞ്ഞ കൊല്ലം നബിദിനം തിങ്കളാഴ്ചയായിരുന്നു. സുന്നത്ത് നോമ്പ് ആർക്കും ഇല്ല, ബിദ്അത്ത് അവിടെ വന്നു. കഴിഞ്ഞ കൊല്ലത്തെ കാര്യം പറഞ്ഞു. 12, 13, 14, 12 നബിദിനം, 13, 14, 15 അയ്യാമുൽ ബിദ്അത്ത് നോമ്പ് ആർക്കും ഇല്ല. സുന്നത്തുകൾ ഇങ്ങനെ പോകും അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങൾ പോലും പാലിക്കാതെയാണ് പലപ്പോഴും പല സംഗതികളും പ്രവാചക സ്നേഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇബ്നു ഉമർ പറയാ, ഓരോ കൊല്ലവും സുന്നത്തുകൾ ഇങ്ങനെ പോകും, ബിദ്അത്തുകൾ ഇങ്ങനെ വരും. ഇബ്നു മസ്ഊദ് പറയാ, അമലുൻ ഖലീലുൻ ഫീ സുന്നത്തിൻ ഖൈറുൻ മിൻ അമലിൻ കസീറിൻ ഫീ ബിദ്അ, ബിദ്അത്തിൽ നീ ചെയ്യുന്ന ഒരുപാട് പണികളെക്കാൾ നിനക്ക് ഏറ്റവും ഖൈറ് സുന്നത്തായ കുറച്ച് ചെയ്യലാണ്. ഇന്നക അൻ തബ്തബിഅ, നീ പിൻപറ്റൽ ഖൈറുൻ, ഖൈറാണ്, മിൻ അൻ തബ്തദിഅ, ബിദ്അത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഖൈറാണ്. വലൻ തുഖ്തി അത്വരീഖ മത്തബഅത്തൽ അസർ, സ്വഹാബത്തിന്റെ മാർഗ്ഗത്തെ, സ്വഹാബത്തിന്റെ വചനങ്ങളെ, ഹദീസുകളെ നീ പിൻപറ്റുന്ന കാലത്തോളം നീ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. അത് ഒഴിവാക്കിയാലോ പിഴക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലതല്ലേ, എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം കാണാത്ത, സ്വഹാബത്ത് മഹത്വം കാണാത്ത, സ്വഹാബ പ്രതിഫലം കേൾക്കാത്ത, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പറയാത്ത ഒരു രൂപമോ ഒരു ഭാവമോ ഒരു ശൈലിയോ ഒരു പുതിയ രീതിയോ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ ഉള്ള സംഗതി തന്നെ ഇപ്പൊ നിർബന്ധ നമസ്കാരം 5 ആണ്, 5 വക്താണ്. അസ്ർ നമസ്കാരം 4 ആണ്. ആ നിർബന്ധ നമസ്കാരം നമുക്ക് 4 ഒന്നും കൂടി കൂട്ടിയിട്ട് 5 ആക്കാൻ പാടില്ലല്ലോ. സുബഹി 2 ആണ്, അത് 3 ആക്കാൻ പാടില്ലല്ലോ. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അത് 34 ആക്കാൻ പാടില്ലല്ലോ. എന്നാൽ പൊതുവായി ചൊല്ലാൻ പറഞ്ഞത് എപ്പോഴും ചൊല്ലാം. നമ്മുടെ വകയായ പ്രത്യേക എണ്ണം, പ്രത്യേക സമയം, പ്രത്യേക പ്രതിഫലം, പ്രത്യേക രീതി ഉണ്ടാക്കിയാൽ അതിന്റെ പേര് ബിദ്അത്ത് എന്നാണ്. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി ചെന്നിട്ട് ആ പള്ളിയിൽ വട്ടമിട്ടുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ചില ആളുകളെ കണ്ടു. ദിക്ർ ചെല്ലണ്ടെന്നല്ല, ദിക്ർ എപ്പോഴും ചൊല്ല, സ്വലാത്ത് എപ്പോഴും ചൊല്ല. പക്ഷെ റസൂല് പഠിപ്പിക്കാത്ത എണ്ണം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, പഠിപ്പിക്കാത്ത രൂപം ഉണ്ടാക്കാൻ പാടില്ല. പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ കുറച്ച് ആളുകൾ വട്ടമിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ നേതാവുണ്ട്. നേതാവ് പറയും, കബ്ബിറൂമി 100 അല്ലാഹു അക്ബർ. അപ്പൊ എല്ലാ ആളുകളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഓരോ കല്ലിങ്ങനെ എടുത്തു വെക്കും. പിന്നെ ഹല്ലിലൂമി 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇമാം അമീർ പറയും. അപ്പൊ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 കല്ലെടുത്ത് വെക്കും. 100 കഴിഞ്ഞാൽ സബ്ബിഹൂമിഹ 100 സുബ്ഹാനല്ലാഹ്. അപ്പൊ അതേപോലെ ചെയ്യും. ഇത് കണ്ടപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യം ഉണ്ടെന്നറിയോ? മാ അക്സറ മാ ഹലകത്തിക്കും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചത്? നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചത്? സുബ്ഹാനല്ലാഹ് എല്ലിട്ട് നശിക്കേ?
അൽഹംദുലില്ലാഹ് പറഞ്ഞു നശിക്കേ. സ്വഹാബത്ത് മനസ്സിലാക്കിയ ഒരു ദീനുണ്ട്. കാരണം എന്താ? അവർ മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലാക്കിയവരാ. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വട്ടമിട്ടിരുന്ന് ചൊല്ലുന്ന ആ ദിക്റുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് മരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ കേടുവന്നു പോയിട്ടില്ല, പൊട്ടിപ്പോയിട്ടില്ല. പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ ളലാലത്തിന്റെ വാതിൽ തുറക്കുകയോ. എന്താ ളലാലത്ത്? സുബ്ഹാനല്ലാഹ്, ളലാലത്താ? 100 ളലാലത്താ? അല്ല. പക്ഷേ പ്രവാചകനെ പഠിപ്പിക്കാത്ത രീതിയിൽ 100 വട്ടം അവർ ദിക്റുണ്ടാക്കിയപ്പോൾ ളലാലത്തായി എങ്കിൽ പിന്നെ ഈ അല്ലാ ഇല്ല ഇല്ലാ എന്നൊക്കെ എന്ത് തെളിവാണുള്ളത്? സുബ്ഹാനല്ലാഹ് എല്ലിട്ടപ്പ ഈ പറയണത്. എന്നിട്ട് ഇവിടെ അല്ല അല്ല ഇല്ല ഇല്ല ഹു ഹു ഹാ 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 ഹി ഹു ഹം അതിനൊക്കെയാണ് 303 വട്ടം ദീൻ ഉണ്ടാക്കുക. ഇതിന്റെ പേര് ബിദ്അത്ത് എന്നാ. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആളുകൾക്ക് അത് പാടില്ല. ആ വാക്കിനൊരു വില കൽപ്പിക്കണം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്റ്, ഇതും ഒരു ദിക്റ്, ആശയം അറിയില്ല, അർത്ഥം അറിയില്ല, ആ അവസ്ഥയ്ക്ക് നമ്മൾ എത്താൻ പാടില്ല. ഇബ്നു മസ്ഊദ് ചോദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങള് മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിക്റല്ലേ, നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത് അതേ ചോദ്യം, നല്ലതല്ലേ. അപ്പൊ ഇബ്നു മസ്ഊദിന്റെ മറുപടി എന്തെന്നറിയോ? എത്ര നന്മ ആഗ്രഹിക്കുന്നവരാ നന്മയിലേക്ക് എത്താത്തത്. നമ്മൾ നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാവൂല. എന്നിട്ടോ ആ പള്ളിയിൽ നിന്ന് അവരെ എറിഞ്ഞാട്ടീന്ന ദിക്ർ ചൊല്ലിയിട്ടൊക്കെ ഇബ്നു മസ്ഊദ് പള്ളിയിൽ നിന്ന് ആട്ടിന്ന് പറഞ്ഞാലേ അതാണ് ബിദ്അത്തിന്റെ ഗൗരവം. പള്ളിയിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ചു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടർ പറയാണ്, അന്ന് ഇബ്നു മസ്ഊദ് പള്ളിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾ പിൽക്കാലത്ത് ഞങ്ങൾ കണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഖവാരിജുകൾ നയിച്ച യുദ്ധത്തിൽ ഖവാരിജുകളോടൊപ്പം ഈ ആളുകൾ ഉണ്ടായിരുന്നു. ബിദ്അത്ത് നാശത്തിന് തുടക്കമാണ്, പിന്നെ എല്ലാ പിഴവും വരിക. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഖവാരിജുകൾ നയിച്ച യുദ്ധത്തിൽ അന്ന് ഇബ്നു മസ്ഊദ് പള്ളിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആളുകൾ, ഇബ്നു മസ്ഊദ് ആട്ടിയോടിച്ച ചില ആളുകളെ അവർ അലിക്കെതിരെ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ. പിഴച്ചുപോയി എന്നർത്ഥം. ബിദ്അത്ത് പിഴവിന്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നത്, ഓരോ കൊല്ലവും ഇസ്ലാമിലേക്ക് പുതിയ പുതിയ ബിദ്അത്ത് കടന്നു വരും. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, കണ്ടോ? മാ അത്താ അലന്നാസി ആമുൻ ഇല്ലാ അഹദസു ഫീഹി ബിദ്അതൻ വഅമാതു ഫീഹി സുന്ന. ഓരോ കൊല്ലവും പുതിയ ബിദ്അത്ത് വരും, സുന്നത്ത് പോകും. സുന്നത്ത് പോകാണ്ട് ബിദ്അത്ത് വരാൻ കഴിയില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ്സാണ്. നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ ഗ്ലാസ്സിലേക്ക് പുതിയത് കയറണമെങ്കിൽ അകത്തുള്ള ശുദ്ധിയുള്ളത് പുറത്തേക്ക് പോകാണ്ട് പുതിയത് കലങ്ങിയത് വരാൻ കഴിയില്ല. ആ പഴയ പുതിയത് വന്നാലോ അകത്തുള്ളതും കലങ്ങും. പിന്നെ ഇങ്ങനെ വരുമ്പോ മൊത്തം കലങ്ങി മറിയും. അതാണ് സംഭവിക്കുക. അതൊക്കെ തിരിച്ചറിയാം. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറയാം, ഹത്താ തഹയൽ ബിദ്ഉ വതമൂതു സുന്ന. അവസാനം എല്ലാ ബിദ്അത്തിനും ജീവൻ വെക്കും, സുന്നത്തുകളൊക്കെ പോകും. ഒരുത്തൻ സുന്നത്ത് എടുത്താൽ സുന്നത്ത് എടുത്തോനെ കളിയാക്കും. ആ കാലം വരും. നിങ്ങൾ കണ്ടല്ലോ ഉസ്താദുമാരുടെ സ്റ്റേജിൽ വന്നിട്ട് പറയല്ലേ ഓന്റെ താടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ വരുന്നവരെ സുന്നത്തിനോടുള്ള വെറുപ്പാണ് കാണുന്നത്. എന്നാ ബിദ്അത്ത് പറയുമ്പോഴോ വലിയ ആഹ്ലാദാണ്. അതാണ് ബിദ്അത്തുകള് ജീവൻ വെക്കും, സുന്നത്തുകൾ മരിച്ചു പോകും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് ആവശ്യമായ 2 അടിസ്ഥാന കാര്യങ്ങളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു പ്രഖ്യാപനത്തിന് മാത്രമുള്ളതല്ല, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമേയമാണ്. ആ പ്രമേയം ഒരുപാട് കാതലായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ആരാധനയുടെ പരിധിയിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിലേക്ക് മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറം വേണ്ട, പുതിയത് വേണ്ട, ബിദ്അത്തുകൾ വേണ്ട. പ്രവാചകൻ പഠിപ്പിച്ചതിന് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളുകയും വേണ്ട. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്തു ഷഹാദത്ത് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് അത് ജീവിതത്തിന്റെയും പ്രബോധനത്തിന്റെയും ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിച്ചു പോകാതെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ എന്നും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക
പ്രബോധന മേഖലകളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കി തരുമാറാകട്ടെ. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ കവാടങ്ങളെ നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ വാപ്പമാര് ഉമ്മമാര് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മതം പഠിപ്പിച്ചു തന്ന ഒരുപാട് ഉസ്താദുമാര് അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. തക്കതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആയാസം നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مريضا إلا شفيته ولا مبتلا إلا عافيته ولا ضالا إلا هديته ولا حاجة من حوائج الدنيا والآخرة إلا تممت بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولوالدينا. ربنا ارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.